ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിരൻസ്. അനന്ത IAS അക്കാഡമിയുടെ മറ്റൊരു ഡെയിലി ന്യൂസ് അനാലിസിസ് എന്ന് പറഞ്ഞ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ നമ്മൾ പ്രിലിംസ് പെർസ്പെക്റ്റീവിലും മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള ന്യൂസുകൾ എടുത്തിട്ട് അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനാലിസ് ചെയ്യും. സോ സമയം കളയാതെ തന്നെ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ന്യൂസിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് ഈസ് റിലേറ്റഡ് ടു ബ്രിക്സ്. ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ പ്രൈം മിനിസ്റ്റർ ഇപ്പോ എവിടെയാണ്? പ്രൈം മിനിസ്റ്റർ ഗാനയിലാണ്. ബ്രിക്സ് ഉച്ചകോടിക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ട അദ്ദേഹം 5 നേഷനുകൾ കവർ ചെയ്യുകയാണ്. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രദേശങ്ങളിൽ കൂടി വിസിറ്റിംഗ് നടത്തുകയാണ്. സോ ഇന്നലെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ഗാനയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അതായത് ബ്രിക്സ് ഒരു മൾട്ടി പോളാർ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ബ്രിക്സ്, എങ്ങനെയാണ് ബ്രിക്സിന്റെ ഉത്ഭവം, എങ്ങനെയായിരിക്കും ബ്രിക്സിന്റെ ഉത്ഭവം വരുന്നത്. ബ്രിക്സ് 2006 കാലഘട്ടങ്ങളിൽ തുടങ്ങിയാണ് ബ്രിക്സ് എന്ന് പറഞ്ഞൊരു സംഘടന ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആശയം ഉടലെടുക്കുന്നത്. തുടക്കത്തില് ഇത് എന്തായിരുന്നു? ഇത് തുടക്കത്തില് ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സംഘടന മാത്രമായിരുന്നു. അതായത് ഒരു ഇന്റർ ഗവൺമെന്റൽ ഫിനാൻഷ്യൽ ബോഡി മാത്രമായിരുന്നു. അത് അങ്ങനെയാണ് അതിന്റെ ഉത്ഭവം വരുന്നത്. മനസ്സിലായോ? G8 ഉച്ചകോടിക്ക് വേണ്ടിയിട്ട് റഷ്യയിൽ കൂടിയപ്പോഴാണ് ആദ്യമായി ബ്രിക്സ് എന്നൊരു ആശയം വരുന്നത്. ബ്രിക്സ് എന്ന് പറയുന്ന നാമം 2001 മുതലുണ്ട്. ഗോൾഡ്മാൻ സാക്സിന്റെ ജെയിം ഒ നിൽ ആയ വ്യക്തിയാണ്. അതായത് അദ്ദേഹത്തിന്റെ പേര് ജെയിം ഒ നിൽ ആണ്. അദ്ദേഹമാണ് ഈ ഒരു വേർഡ് കോയിൻ ചെയ്തത്. അതായത് നമ്മളുടെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്ന് പറയുന്ന 4 രാജ്യങ്ങളെയും ചേർന്നിട്ട് ബ്രിക് കൺട്രി എന്ന് വിശേഷിപ്പിച്ചത് ഗോൾഡ്മാൻ സാക്സിന്റെ അന്നത്തെ ഡയറക്ടർ ആയിരുന്ന ആളായിരുന്നു. മനസ്സിലായോ? അതിനുശേഷം 2006 ആയപ്പോഴാണ് G8 ഉച്ചകോടിയോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫോർമേഷൻ രൂപീകരിക്കണം എന്നുള്ളൊരു ഇൻഫോർമൽ ആയിട്ടുള്ളൊരു എഗ്രിമെന്റിലേക്ക് എത്തിയത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? 2008 ആയപ്പോഴേക്കും ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് സംഭവിച്ചു. സോ യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങളില്, UK-യില്, USA-യില് ബാങ്കുകൾ തകരാൻ സംബന്ധിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലേഷനുകളും അല്ലെങ്കിൽ റിസഷനുകൾ സംഭവിച്ചു. മനസ്സിലായോ? സോ അതുമായി ബന്ധപ്പെട്ട് ഒരു ഫിനാൻസിനെ അല്ലെങ്കിൽ മണി മാറ്റർ മാർക്കറ്റിനെ, എക്കോണമിയെ ഒന്ന് പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിക് എന്ന് പറയുന്ന സംഘടന 2009 രൂപം കൊള്ളുന്നത്. എവിടെയാണ് ആദ്യമായിട്ട് രൂപം കൊണ്ടത്? റഷ്യയിൽ വെച്ചിട്ടുള്ള മീറ്റിംഗിലാണ് ആദ്യമായിട്ട് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് അല്ലെങ്കിൽ ബ്രിക്സ് രൂപപ്പെടുന്നത്. സോ ബ്രിക്സ് എന്നാണ് രൂപപ്പെട്ടത്? 2009. അതിനു മുൻപും ചർച്ചകൾ നടക്കുന്നുണ്ട്. 2010 ആയി കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? 2010 ആയി കഴിഞ്ഞപ്പോഴേക്കും അതില് സൗത്ത് ആഫ്രിക്ക എൻ്റർ ചെയ്തു. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം കൂടി അതിലേക്ക് എൻ്റർ ചെയ്തു. മനസ്സിലായോ? സോ BRIC എന്ന് പറയുന്നത് ഒരു എസ് കൂടി ആഡ് ചെയ്ത് ബ്രിക്സ് എന്ന് പറഞ്ഞ സംഘടനയായിട്ട് മാറി, ഇന്റർ ഗവൺമെന്റൽ ബോഡി ആയിട്ട് മാറി. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? അതായത് എക്കോണമി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട്, മാർക്കറ്റ് ഡ്രിവൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട്, ബാങ്കിങ് ഫീൽഡിൽ ഇന്നോവേഷൻസിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കാനായിട്ടാണ് ബ്രിക്സ് ആദ്യം പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ബ്രസീൽ, റഷ്യ, ഇന്ത്യ ആൻഡ് ചൈന, ഈ 4 രാജ്യങ്ങളും ലോകത്തെ വൻകിട പ്രൊഡക്ഷനുകൾ നടക്കുന്ന രാജ്യങ്ങളാണ്. മനസ്സിലായോ? ലോകത്തെ വൻകിട 2 ശക്തികളുണ്ട്, ഡെവലപ്പിംഗ് നാഷൻ ഉണ്ട്. ആരൊക്കെയാണ്? ഇന്ത്യയും ചൈനയും. ദെൻ അതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്നതാണ് ബ്രസീലും സൗത്ത് ആഫ്രിക്കയും. സോ ഇതെല്ലാം ഒരു ഹൈ ലെവൽ പ്രൊഡക്ഷൻ നടക്കുന്ന രാജ്യങ്ങളാണ്. സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? സോ എന്നായിരുന്നു? 2009 ആദ്യത്തെ ഉച്ചകോടി നടക്കുന്നത്. അതെവിടെ വെച്ചാണ്? റഷ്യയിൽ വെച്ചായിരുന്നു. അതിനുശേഷം 2010 ആര് വന്നു? സൗത്ത് ആഫ്രിക്ക വന്നു. പട്ട് പറഞ്ഞു ഞാനും കൂടി ഉണ്ട് ഈ പരിപാടിയിൽ, എന്നെ കൂടി കൂട്ടണം, കയറിക്കോ എന്ന് പറഞ്ഞു. ദെൻ എന്ത് സംഭവിച്ചു? എന്തായിരുന്നു ഇവരുടെ മെയിൻ ഉദ്ദേശം? എക്കോണമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ദെൻ സ്ട്രാറ്റജിക് ഫീൽഡിലും ഇവരുടെ ഇന്റർ ഗവൺമെന്റൽ ആയിട്ടുള്ള ഇവരുടെ ഒരു കോപ്പറേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? 2014 എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല് 2014 ഫോർട്ടാലസ എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ, ഫോർട്ടാലസ ഡിക്ലറേഷനിലൂടെ എന്ത് സംഭവിച്ചു? ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു പുതിയ ബാങ്ക്, ഒരു വേൾഡ് ഓർഗനൈസേഷൻ രൂപമെടുത്തു.
സോ ഏത് ഡിക്ലറേഷൻ കൊണ്ടാണ്? ഫോർട്ടാലസാ ഡിക്ലറേഷൻ ഓഫ് 2014. 2011 ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് നടന്നു? ബ്രിക്സിന്റെ ഉച്ചകോടി നടന്നു. സോ അവിടെ വെച്ച് നമ്മൾ ഒരു തീരുമാനം എടുത്തു. നമുക്ക് ഈ ബ്രിക്സ് കൺട്രികൾക്ക് ഫണ്ട് ചെയ്യാനായിട്ടും അവരുടെ കാര്യങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു അപ്പെക്സ് ബാങ്ക് വേണം, അല്ലെങ്കിൽ ഒരു ടോപ്പ് ബാങ്ക് വേണം. ബ്രിക്സ് കൺട്രീസ് എല്ലാം ഈ ബാങ്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് ബ്രിക്സിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഒരു ബാങ്കാണ് ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? സോ ബ്രിക്സിന്റെ പ്രവർത്തനങ്ങൾക്കും ബാക്കി ഡെവലപ്മെന്റൽ പ്രവർത്തനങ്ങളും ബ്രിക്സ് കൺട്രിയിലേക്കുള്ള ഡെവലപ്മെന്റൽ പ്രവർത്തനങ്ങൾക്കും പണം കൊടുക്കുന്നത് മേജറായിട്ട് ഈ ബാങ്കുകളാണ്. ആരാണ് ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന് പണം കൊടുക്കുന്നത്? ഈ ബ്രിക്സിലെ കൺട്രീസ് ആയിരിക്കും. മനസ്സിലായോ? ഇപ്പൊ ചൈന കൊടുക്കുന്നുണ്ട് ഒരു ഗംഭീരമായിട്ടുള്ള ഷെയർ, ഇന്ത്യ കൊടുക്കുന്നുണ്ട്, റഷ്യ കൊടുക്കുന്നുണ്ട്, ബ്രസീൽ കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഡിഫറെന്റ് കൺട്രീസ് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു തീരുമാനം എവിടെ വെച്ചാണ് ഉത്ഭവിച്ചത്? 2011 ഡൽഹിയിൽ വെച്ച് നടന്ന ബ്രിക്സ് മീറ്റിംഗിൽ വെച്ചിട്ടാണ് അത് തുടങ്ങണമെന്ന് പറഞ്ഞത്. ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് എന്നാണ്? 2014 മാറിപ്പോകരുത്. ഒഫീഷ്യലി ലോഞ്ച് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പുതിയ, അന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ 2014 അത് ലോഞ്ച് ചെയ്തത്. എവിടെയാണ് ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം വരുന്നത്? ഷാങ്കായിലാണ്, അല്ലെങ്കിൽ ചൈനയിലാണ് ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം വരുന്നത്. മനസ്സിലായോ? പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് ബ്രിക്സ് വളരാനായിട്ട് തുടങ്ങി. ബ്രിക്സ് വളരാനായിട്ട് തുടങ്ങി. 2024 വന്നപ്പോ ബ്രിക്സ് 2023 ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ് നടന്നത്? സൗത്ത് ആഫ്രിക്കയിലാണ് നടന്നത്. മനസ്സിലായോ? ബ്രിക്സ് വിപുലീകരിക്കാനായിട്ട് തുടങ്ങി. അതിനോടൊപ്പം പ്രശ്നങ്ങളും ഉടലെടുത്തു. 2012 മുതൽ എല്ലാ വർഷവും ഉച്ചകോടികൾ ഇങ്ങനെ നടന്നു പോരുന്നുണ്ട്. എങ്ങനെയാ ഉച്ചകോടി നടക്കുക? ഓരോ രാജ്യവും, അതായത് ഈ പേരിന്റെ ഓർഡറിലായിരിക്കും ഉച്ചകോടിയുടെ രാജ്യങ്ങൾ നിർണ്ണയിക്കുക. ആദ്യം ബി, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദെൻ സൗത്ത് ആഫ്രിക്ക. വീണ്ടും സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞ് വീണ്ടും ബ്രസീലിലേക്ക് വരും. മനസ്സിലായോ? സോ 2023 എവിടെയാണ് നടന്നേ? ബ്രിക്സ് ഉച്ചകോടി സൗത്ത് ആഫ്രിക്കയിലാണ് നടന്നത്. സോ അവിടെ വെച്ച് നമ്മൾ വേറൊരു കാര്യം തീരുമാനിച്ചു. എന്താണ് ആ കാര്യം? ബ്രിക്സ് കൺട്രീസ് ഒന്ന് എലാബറേറ്റ് ചെയ്യണം, ബാക്കിയുള്ള രാജ്യങ്ങളെയും കൂടിയിട്ട് ഈ ബ്രിക്സിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം. മനസ്സിലായോ? അതിന്റെ ഭാഗമായിട്ട് 2024 നമ്മൾ ഡിഫറെന്റ് കൺട്രീസിനെ ബ്രിക്സിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു. 6 ന്യൂ മെമ്പേഴ്സിനെ ബ്രിക്സിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു. ഏതൊക്കെയാണ് ന്യൂ മെമ്പേഴ്സ്? 1 അർജന്റീന, 2 ഈജിപ്ത്, 3 എത്തിയോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? അതായത് മിഡിൽ ഈസ്റ്റിന്റെ പ്രധാനപ്പെട്ട എക്കോണമീസ് എല്ലാം ഈ ബ്രിക്സിൽ വന്നിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിന്റെ പ്രധാനപ്പെട്ട എക്കോണമീസ് ഏതൊക്കെയാണ്? സൗദി അറേബ്യ, UAE, ഇറാൻ. ദെൻ അർജന്റീന. എവിടെയാണ് അർജന്റീന വരുന്നത്? സൗത്ത് അമേരിക്കയിലാണ്. ഈജിപ്തും എത്തിയോപ്യയും എവിടെയാണ്? ആഫ്രിക്കയിലാണ്. മനസ്സിലായോ? സോ വേൾഡിന്റെ GDPയുടെ ഒരു 60% ഈ ബ്രിക്സ് കൺട്രീസ് പുറപ്പെടുവിക്കുന്നതാണ്. മേജർ ഷെയർ ആരാണ്? നമ്മളുടെ ഇന്ത്യയും ചൈനയും കൂടി പിടിക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ പ്രൊഡക്ഷനുകളുടെയും 60% ബ്രിക്സ് കൺട്രീസിലേക്ക് വരാൻ തുടങ്ങി. മനസ്സിലായോ? ഈ 6 കൺട്രീസിനെ ഉൾപ്പെടുത്തിയതിന്റെ എന്തൊക്കെയാണ്? നമ്മളൊന്ന് ചിന്തിക്കുക. എവിടെയൊക്കെ വന്നു ബ്രിക്സ്? ആദ്യം നമ്മൾ 5 പേരുണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് 6 പേരും കൂടി ആഡ് ചെയ്തു. എവിടെയാണ് മേജർലി? മിഡിൽ ഈസ്റ്റ്. മനസ്സിലായോ? മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രൊമിനൻസ് കിട്ടാൻ വേണ്ടി മിഡിൽ ഈസ്റ്റിൽ നിന്ന് കുറച്ച് പേരെ. ദെൻ എവിടെ നിന്നാണ്? സൗത്ത് അമേരിക്കയിൽ നിന്ന് ആര് വന്നു? സൗത്ത് അമേരിക്കയിൽ നിന്ന് ബ്രസീൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായോ? ദെൻ അർജന്റീനയെ കയറ്റി. ആഫ്രിക്കയിൽ നിന്നോ? ആഫ്രിക്കൻ കോണ്ടിൽ നിന്ന് ആരുണ്ടായിരുന്നു? സൗത്ത് ആഫ്രിക്ക ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് വേറൊരു ടീമിനെ കയറ്റി, എത്തിയോപ്യനെ കയറ്റി. ദെൻ ആരെയും കയറ്റി? നമ്മുടെ ഈജിപ്തിനെ കയറ്റി. ഈജിപ്ത് ആക്ച്വലി മുകളിലാണ്. മനസ്സിലായോ? സോ ഇങ്ങനെ 6 കൺട്രീസിനെ ആഡ് ചെയ്തു. ഞാൻ പറഞ്ഞു 2023 കാലം എവിടെയായിരുന്നു? 2023 ബ്രിക്സ് ഉച്ചകോടി നടന്നത് സൗത്ത് ആഫ്രിക്ക. ദെൻ നെക്സ്റ്റ് ഉച്ചകോടി 2024 നടക്കണമല്ലോ. അതെവിടെയാണ് നടന്നത്? ഞാൻ പറഞ്ഞു സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റും വീണ്ടും ബ്രസീലിലേക്ക് വരും. പക്ഷേ 2024 ഉച്ചകോടി നടന്നത് ബ്രസീലിലല്ല, റഷ്യയിലാണ്. എന്തുകൊണ്ടാണ് ബ്രസീലിൽ നടക്കാതിരുന്നത്? ബ്രസീലിൽ നടക്കാതിരുന്നത് വേറൊന്നും കണ്ടല്ല. ആ വർഷം 2024 ബ്രസീലിൽ വെച്ചാണ് G20 സബ്മിറ്റ് നടന്നത്. സോ അത് കാരണം അവർ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടും കൂടി നടത്താനായിട്ട് ഇപ്പൊ പറ്റില്ല, ഒന്ന് റഷ്യ നടത്തും, അടുത്ത വർഷം ഞങ്ങൾ നടത്തിക്കോളാം, ഈ വർഷം അടുത്ത ആളിലേക്ക് പോട്ടെ. മനസ്സിലായോ? അങ്ങനെ 2024 എന്ത് അവിടെ നടത്തി? റഷ്യയില് നമ്മളുടെ ബ്രിക്സ് ഉച്ചകോടി നടത്തി. മനസ്സിലായോ?
അതിനുശേഷം അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം 2025 ജാനുവരിയിൽ 1 പുതിയൊരു രാജ്യം കൂടി ബ്രിക്സിൽ അംഗമായി. ഏതാണ് ആ രാജ്യം എന്ന് പറയാമോ? കറന്റ് അഫയേഴ്സ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ആ രാജ്യത്തിന്റെ പേര് കിട്ടും. ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയാണ് ആ രാജ്യം. സോ ഇന്തോനേഷ്യ വന്നു കഴിഞ്ഞാൽ എന്തായി? നമ്മളുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് കൂടി ഈ ബ്രിക്സിന്റെ അളവ് പോലും നീങ്ങുകയാണ്. മനസ്സിലായോ? പസഫിക് ഓഷ്യനില്, ഇന്ത്യൻ ഓഷ്യൻ റീജിയനില് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പസഫിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ റീജിയന്റെ ഒക്കെ കാര്യങ്ങൾ. സോ അവിടെ കൂടി നമ്മളുടെ ബ്രിക്സിന്റെ കയ്യൊപ്പ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? സോ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. 2009 മുതൽ 2024-25 വരെയുള്ള കാര്യം പറഞ്ഞു. ദെൻ വീണ്ടും ഇന്ന് തിരിച്ചു വരികയാണ്. 2025 എവിടെയാണ് നടക്കുന്നത്? റഷ്യയിലായിരുന്നു സാധാരണ നടക്കണ്ടേ, പക്ഷേ റഷ്യ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത് കൊണ്ട് ബ്രസീലിലേക്ക് വീണ്ടും പോയി. ബ്രസീൽ പറഞ്ഞു ഞങ്ങൾ ഈ വർഷം നടത്തിക്കോളാം. അത് കാരണം 2025 ബ്രസീലില് വീണ്ടും ബ്രിക്സ് ഉച്ചകോടി നടക്കുകയാണ്. ആ ബ്രിക്സ് ഉച്ചകോടിക്ക് വേണ്ടിയിട്ടാണ് ആര് പോകുന്നത്? നമ്മളുടെ പ്രധാനമന്ത്രി പോകുന്നത്. പ്രധാനമന്ത്രി എന്താണ് അവിടെ കമന്റ് ചെയ്തത്? ഇറ്റ്സ് മൾട്ടി പോളാർ വേൾഡിലേക്കുള്ള ഒരു മാറ്റമാണ്, അല്ലെങ്കിൽ മൾട്ടി പോളാറിനെ പ്രൊമിസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ബ്രിക്സ് ഉച്ചകോടി. അതെങ്ങനെയാണ്? കാരണം ലോകത്ത് ഈ ഇൻഡിപെൻഡൻസിന് ശേഷം 1947 സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എന്ത് സംഭവിച്ചു? ഒരു ഡ്യുവൽ പോളാർ വേൾഡ് രൂപീകരിച്ചു. ഒരു ഭാഗത്ത് റഷ്യ, ഒരു ഭാഗത്ത് USA. സോ അങ്ങനെ ഒരു പോളറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞപ്പോ സാധാരണ ആളുകളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാധാരണ മറ്റു ഡെവലപ്പിംഗ് കൺട്രീസിന്റെ പ്രശ്നങ്ങൾ ആരും അഡ്രസ്സ് ചെയ്യാതെ പോയി. മനസ്സിലായോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മാത്രം പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു ചുരുങ്ങിപ്പോയി. സോ അതിനൊരു ബദലായിട്ട് അതിനൊരു മാറ്റം കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും പല ഇന്റർ ഗവൺമെന്റൽ ബോഡീസും ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ബ്രിക്സ് അടക്കമുള്ള പല ലോക സംഘടനകളും രൂപപ്പെട്ടത്. മനസ്സിലായോ? സോ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ് നമ്മളുടെ ഈ മൾട്ടി പോളാർ വേൾഡിലേക്കുള്ള ഒരു ഇന്റഗ്രേഷൻ. ഇങ്ങനെയാണ് ബ്രിക്സിന്റെ ഒരു എക്സ്പാൻഷൻ വരുന്നത്. ദെൻ വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസിംഗ് ഇൻ ബ്രിക്സ്? മേജർ ചലഞ്ചർ ആരാണ്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയാണ്. ചൈനയും ഇന്ത്യയുമായിട്ട് അധികം ടേംസിലല്ല. സോ ഇങ്ങനെ ഒരു കോർപ്പറേഷൻ ഇന്റർ ഗവൺമെന്റലി നടക്കുന്നുണ്ടെങ്കിലും പല പദ്ധതികളും എന്ത് ചെയ്യുന്നില്ല? പല പദ്ധതികളും നടപ്പാകുന്നില്ല. മനസ്സിലായോ? ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കൊണ്ട് കാരണം മാറിപ്പോകും. മനസ്സിലായോ? പിന്നീട് എന്താണ്? ജിയോ പൊളിറ്റിക്കൽ ഡിഫറൻസുകൾ ഉണ്ട്. ജിയോ പൊളിറ്റിക്കൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ റഷ്യ യുക്രൈൻ വാർ നടക്കുകയാണ്, അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ വാർ നടന്നപ്പോൾ ഇന്ത്യ ചിലപ്പോ അവിടെ ന്യൂട്രൽ ആയിട്ട് നിന്നു. ചൈനയുടെ ഫോറിൻ പോളിസി വ്യത്യസ്തമായിരിക്കും. മനസ്സിലായോ? അങ്ങനെ ഓരോ കൺട്രിയുടെയും ഫോറിൻ പോളിസി മറ്റൊരു കൺട്രിക്ക് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. സോ ആ ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ദെൻ പവർ ഇംബാലൻസ്, ഓവർലാപ്പിംഗ് മാൻഡേറ്റ്സ്, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഇവിടെ ചലഞ്ചസ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിനി എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇതൊരു ഗുഡ് കോർപ്പറേഷൻ ആണ്. ഞാൻ പറഞ്ഞു 60% GDP-യുടെ ഈ രാജ്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഓയിൽ പ്രൊഡക്ഷന്റെ എത്ര അടങ്ങിയിട്ടുണ്ടാവും? ഓയിൽ പ്രൊഡക്ഷന്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40%. കാരണം ആരൊക്കെയുണ്ട്? സൗദി അറേബ്യ ഉണ്ട് അവിടെ, ദെൻ UAE ഉണ്ട് അവിടെ, ദെൻ ഈജിപ്ത് ഉണ്ട് അവിടെ. മനസ്സിലായോ? മിഡിൽ ഈസ്റ്റിലേക്കുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സോ ഓയിൽ പ്രൊഡക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ്. ദെൻ മാനുഫാക്ചറിംഗ് സെക്ടർ ഈസ് ആൻ ഇമ്പോർട്ടന്റ്. മാരിടൈം ട്രേഡ് ഈസ് ആൻ ഇമ്പോർട്ടന്റ്. ദെൻ ലിഥിയം അടക്കമുള്ള മിനറൽ റിസോഴ്സസുകൾ, ഈ ക്രിറ്റിക്കൽ മിനറൽസുകൾ ഈ ബ്രിക്സ് കൺട്രീസിന്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? സോ ഇതെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പുറത്ത് ഇപ്പൊ USA ആണെങ്കിലും യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും ഗംഭീരമായിട്ട് നിലകൊള്ളുമ്പോൾ ഇപ്പുറം എവിടെയാണ്? സൗത്തില്, ഗ്ലോബൽ സൗത്തില് നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഡെവലപ്പിംഗ് കൺട്രീസിന്റെയും ഡെവലപ്ഡ് കൺട്രീസിന്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി നിലകൊള്ളാനായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് ബ്രിക്സ് മാറുന്നുണ്ട്. മനസ്സിലായോ? അതാണ് ബ്രിക്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ബ്രിക്സിന്റെ ഹിസ്റ്ററി നിങ്ങൾ ഒന്ന് ഓർക്കുക. 2009 സ്റ്റാർട്ട് ചെയ്യുന്നു. 2014 എന്ത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് വരുന്നു. 2024 എന്ത് സംഭവിക്കുന്നു? 6 മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? മിഡിൽ ഈസ്റ്റിലെ ചില കൺട്രീസ്, അർജന്റീന, ദെൻ എവിടെയാണ്? ആഫ്രിക്ക. ഈ രാജ്യങ്ങൾ നമ്മൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കില്ല, അല്ലെങ്കിൽ ഓരോന്നും കാണാപ്പാടെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
മറന്നുപോകും. കാരണം ഒരുപാട് ഇൻഫോർമേഷൻസുകൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. സോ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് പഠിക്കുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, അപ്രീഷിയേറ്റ് ചെയ്ത് പഠിക്കുക. ഓരോ കാര്യങ്ങളും എവിടെയാണ്, എന്താണ്, കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മനസ്സിലായോ? ദെൻ 2025 എന്ത് സംഭവിച്ചു? 2025 ഒരു രാജ്യം കൂടി ആഡ് ചെയ്തു. ഏതാണ്? ഇന്തോനേഷ്യ. അതെന്തിനു വേണ്ടിയിട്ടാണ്? സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ഇമ്പോർട്ടൻസ് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയും വേറെ രാജ്യങ്ങളും ആഡ് ചെയ്യും. 20ഓളം രാജ്യങ്ങൾ ബ്രിക്സിൽ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് ഇരിപ്പുണ്ട്. സോ അവരെയൊക്കെ വരുന്ന കാലഘട്ടങ്ങളിൽ അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ബ്രിക്സ് കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യും. സോ അതും ആ വർഷങ്ങളിൽ എന്തായാലും വാർത്തയിൽ വരുന്നതാണ്. മനസ്സിലായോ? സോ സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ആർട്ടിക്കിൾ. മനസ്സിലായോ? നമ്മൾ ഫസ്റ്റ് ആർട്ടിക്കിളിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്സിനെ കുറിച്ചിട്ടായിരുന്നു. ബ്രിക്സ് ഉച്ചകോടിയെ ബ്രിക്സ് സമ്മിറ്റിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നെക്സ്റ്റ് ആർട്ടിക്കിളും കിടക്കുന്നത്. അതായത് 5 നേഷനുകളിലേക്ക് ആര് പോയി? നമ്മളുടെ പ്രൈം മിനിസ്റ്റർ പോയിട്ടുണ്ട്. എന്തിനാണ് ഈ 5 നേഷനുകളിലേക്ക് പോകുന്നത്? എന്തെങ്കിലും കാരണമില്ലാണ്ട് പ്രൈം മിനിസ്റ്റർ ഈ 5 നേഷൻ വിസിറ്റ് ചെയ്യാനായിട്ട് നിൽക്കില്ല. മനസ്സിലായോ? ബ്രസീലിലേക്ക് പോയിട്ട് പുള്ളിക്ക് തിരിച്ചു വന്നാൽ മതി. പക്ഷേ അതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന 4 രാജ്യങ്ങളിലേക്ക് കൂടി പുള്ളി പോയിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? അതിൽ 2 രാജ്യം സൗത്ത് ആഫ്രിക്കയിലാണ്. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ജോഗ്രഫി നമുക്കൊന്ന് നോക്കാം. എവിടെയാണ്? മാപ്പിംഗ് ക്വസ്റ്റ്യനുകൾ ഒരുപാട് കൂടുതലായിട്ട് ചോദിച്ചു വരുന്ന വർഷങ്ങളാണ് 2022 മുതൽ 2025 വരെ. സോ ഇനിയും നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഒരു കൺട്രിയെ കുറിച്ച് നമ്മൾ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറ്റ്ലസ് തുറക്കണം. ആ കൺട്രി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മൈൻഡിൽ ആ കൺട്രി നമ്മളുടെ സെറ്റ് ആയിട്ട് വരും. പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പിൽ ആ കൺട്രി ഒന്ന് സെർച്ച് ചെയ്യുക. ഇപ്പൊ ഗാന എന്ന് പറയുന്ന കൺട്രി ആണെങ്കിൽ ഗാന എന്ന് പറയുന്ന കൺട്രി ഒന്ന് സെർച്ച് ചെയ്യുക. കൺട്രി എവിടെയാണ് കിടക്കുന്നത് നോക്കുക. അതായത് ഏത് വശത്താണ്? ഇപ്പോ ഏഷ്യയുടെ ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ ഈസ്റ്റിലാണോ വെസ്റ്റിലാണോ, അതിന്റെ ഇമ്പോർട്ടന്റ് പ്ലേസുകൾ എന്തൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. ഒരു നമ്മളുടെ സബ് കോൺഷ്യസ് മെമ്മറിയിലേക്ക് അത് ആഡ് ചെയ്ത് പോകുക. അങ്ങനെയാണ് നമ്മളുടെ ഈ ജിയോഗ്രഫിയിലുള്ള പ്ലേസസുകളും സ്ഥലങ്ങളും ഇമ്പോർട്ടന്റ് പ്രദേശങ്ങളും ഒക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പോകുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് ഇന്ന് ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളും ഒരുമിച്ച് ഒരു ദിവസം കൊണ്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. സോ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നോക്കി പോവുക. അപ്പോൾ നമുക്ക് ഈ ന്യൂസിലേക്ക് വരാം. 5 സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഈ 5 സ്ഥലങ്ങളെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് സ്ഥലം ഏതാണ്? ഫസ്റ്റ് സ്ഥലം ഘാനയാണ്. ഫസ്റ്റ് സ്ഥലം സൗത്ത് ആഫ്രിക്കയുടെ വെസ്റ്റേൺ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഘാന. മനസ്സിലായോ? സൗത്ത് ആഫ്രിക്ക ഇവിടെ കിടക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയല്ല, ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ വെസ്റ്റ് സൈഡിൽ കിടക്കുന്ന സ്ഥലമാണ് ഈ ഘാന. ആഫ്രിക്കൻ കോണ്ടിനെന്റ് ഇതാണ്. അതിന്റെ വെസ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു ചതുര പ്ലോട്ടാണ് നമ്മളുടെ ഘാന എന്ന് പറയുന്നത്. ഘാനയുടെ തലസ്ഥാനം എവിടെയാണ്? അക്രയാണ്. ഇന്നത്തെ പത്രത്തില് ഫസ്റ്റ് പേജില് ഘാനയുടെ പ്രൈം മിനിസ്റ്ററും നമ്മളുടെ മോദിജിയും കെട്ടിപ്പിടിക്കുന്ന ഒരു പടമുണ്ട്. അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് അക്ര. സോ അത് മറക്കരുത്. ഘാനയുടെ തലസ്ഥാനം എവിടെയാണ്? മറക്കരുത് എന്നല്ല, അത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. അക്ര എന്നുള്ളതാണ് ഘാനയുടെ തലസ്ഥാനം. എന്തുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ ഘാനയിലേക്ക് പോകുന്നത്? ഘാനയ്ക്ക് പൊളിറ്റിക്കലി കുറച്ച് ഇമ്പോർട്ടന്റ് ഉള്ള സ്ഥലമാണ്. കാരണം സൗത്ത് ആഫ്രിക്കൻ റീജിയനില് ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ആകുന്ന കൺട്രിയാണ് ഘാന. മനസ്സിലായോ? സൗത്ത് ആഫ്രിക്കയല്ല, ആഫ്രിക്ക. ഞാൻ സൗത്ത് ആഫ്രിക്ക എന്നാ പറയുന്നത്. സൗത്ത് ആഫ്രിക്കയല്ല, ആഫ്രിക്കൻ റീജിയനില് ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ആകുന്ന കൺട്രിയാണ് ഘാന. സോ ഇത് കൂടാണ്ട് ഘാനയുടെ എക്കോണമി എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഘാന മേജർലി എക്സ്പോർട്ടാണ്. എന്താണ്? ഗോൾഡ് മൈനിങ് ആൻഡ് ഗോൾഡ് എക്സ്പോർട്ടാണ്. അതായത് സ്വർണ്ണ ഖനികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള വരുമാനം. മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഗോൾഡ് ഇമ്പോർട്ടിന്റെ 70% എവിടെയാണ്? ഘാനയിലാണ്. മനസ്സിലായോ? സ്വർണ്ണ ഖനിയാണ് അവർക്ക് പ്രധാനമായിട്ട് വരുമാനം കൊണ്ടുവരുന്നത്. സോ അതൊരു ഇമ്പോർട്ടന്റ് മെറ്റൽ ആണ്, ഇമ്പോർട്ടന്റ് മിനറൽ ആണ്. അതുകൊണ്ട് അത് നമ്മളുടെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. സോ ഘാനയുടെ എക്കോണമി നിലനിൽക്കുന്നത് മേജർലി ഗോൾഡിലാണ്. നമ്മുടെ ഇമ്പോർട്ടിന്റെ മേജർ ഷെയറും ഘാനയിൽ നിന്ന് തന്നെയാണ്. ഘാനയുടെ അടുത്തുള്ള കൺട്രീസ് ടോങ്കോ,
ടോഗോ ആൻഡ് ഐവറി കോസ്റ്റ്. മനസ്സിലായോ? ഇങ്ങനെയുള്ള രണ്ട് കൺട്രികളും ഇതിനടുത്തുണ്ട്. ഗാന ആ, ഏത് ഓഷ്യനിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണെന്ന് കാണാതെ പഠിക്കൊന്നും വേണ്ട. ആഫ്രിക്കയുടെ ഏത് ഭാഗത്താണ് ഗാന കിടക്കുന്നത് എന്നൊരു സബ് കോൺഷ്യസ് മെമ്മറി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? ഘാനയുടെ തലസ്ഥാനം അക്ര. അത് ഞാനിന്ന് പത്രത്തിൽ കണ്ടതാണ്, അങ്ങനെ ഓർക്കണം. മനസ്സിലായോ? Then അത് ഈ സൈഡിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. മനസ്സിലായോ? മേജർലി അവർക്ക് ഗോൾഡ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. നെക്സ്റ്റ് കൺട്രി ഏതാണ്? നെക്സ്റ്റ് കൺട്രി ഒരു ഐലൻഡ് കൺട്രിയാണ്, അല്ലെങ്കിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്നതാണ് മറ്റൊരു കൺട്രി. ഇതെവിടെയാ കിടക്കുന്നത്? ഇത് കുറച്ച് താഴെയായിട്ടാണ് നമ്മളുടെ സൗത്ത് അമേരിക്കയുടെ, പെർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ വെനിസുല. ഇപ്പുറത്തെ മാപ്പിലേക്ക് നോക്കുക. ഇതാണ് സൗത്ത് അമേരിക്കയുടെ മാപ്പ്, സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിന്റെ മാപ്പ്. അതിന്റെ മുകളില് ഒരു കൺട്രി ഉണ്ട്. ഇവിടെ ബ്രസീൽ വരുന്നുണ്ട്. ബ്രസീലിന്റെ മുകളില് ഏതാണ് കൺട്രി വരുന്നത്? വെനിസുലയാണ് ബ്രസീലിന്റെ മുകളിലായിട്ടുള്ള കൺട്രി, വെനിൻസുല. വെനിൻസുലയുടെ മുകളിലായി കിടക്കുന്ന ഒരു ഐലൻഡ് കൺട്രിയാണ്. രണ്ട് ഐലൻഡുകളാണ് ട്രിനിഡാഡ്. ദെൻ അതിന് മുകളിൽ കിടക്കുന്ന മറ്റൊരു ഐലൻഡ് ആണ് ടൊബാഗോ. ഇങ്ങനെ രണ്ട് ഐലൻഡ് കൺട്രി അല്ല, രണ്ട് ഐലൻഡുകൾ അടങ്ങുന്ന ഒരു കൺട്രിയാണ് ടി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ എന്തിനാ പ്രധാനമന്ത്രി പോകുന്നത്? വളരെ കുഞ്ഞിയൊരു രാജ്യം, ലോകത്തിലെ 4ാമത്തെ വലിയ എക്കോണമിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി എന്തിനാണ് ഈ ടിയിലേക്ക് പോകുന്നത്? കാരണം ഇവിടെയുള്ള 90% ആളുകളും ഇന്ത്യൻ ഒറിജിനുകളാണ്. മനസ്സിലായോ? പണ്ട് ഇന്ത്യക്കാര് കുടിയേറി പാർത്ത ഒരു പ്രദേശമാണ് ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്ന ഏരിയ. മനസ്സിലായോ? അവിടുത്തെ, എനിക്ക് തോന്നുന്നു അവിടുത്തെ മേജർലി നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ ഇംഗ്ലീഷ് ആണ്. മനസ്സിലായോ? സോ ഒരു ഡയസ്പോറ, ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഇന്ത്യൻ ഡയസ്പോറ ഇവിടെ ഉണ്ട്. മനസ്സിലായോ? സോ അത് നമ്മളുടെ ഒരു വിസിറ്റിന് കാരണമാണ്. നമുക്ക് മൂന്നാമത്തെ കൺട്രിയിലേക്ക് പോകാം. ഏതാണ് മൂന്നാമത്തെ കൺട്രി? എല്ലാവർക്കും അറിയാം, അർജന്റീന. അർജന്റീന എവിടെയാ കിടക്കുന്നത്? സൗത്ത് അമേരിക്കയുടെ താഴത്ത്, സൗത്ത് അമേരിക്കയുടെ താഴെ ഭാഗത്താണ് അർജന്റീന കിടക്കുന്നത്. ബ്യൂണസ് ഐറസ് ആണ് അതിന്റെ തലസ്ഥാനം. അർജന്റീനയുടെ വെസ്റ്റിൽ കിടക്കുന്ന കൺട്രി ഏതാണ്? വെസ്റ്റിൽ കിടക്കുന്ന കൺട്രിയാണ് ചിലി. മുകളിൽ കിടക്കുന്നത് ഏതാണ്? ബ്രസീലാണ്. മനസ്സിലായോ? സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസിൽ അർജന്റീന എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കി എടുക്കുക. അതുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി അറിവുകൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായോ? ബ്രസീൽ, 4ാമത്തെ കൺട്രി ഏതാണ്? ബ്രസീൽ. ബ്രസീൽ എന്തിനാ പോകുന്നത്? നമ്മളുടെ ബ്രിക്സ് സമ്മിറ്റ് നടക്കുകയാണ് ബ്രസീലുമായിട്ട്. അർജന്റീന എങ്ങനെയാണ് നമ്മളുടെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മളുടെ എക്കോണമിക് കോർപ്പറേഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് കോർപ്പറേഷന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത്? അതായത് അർജന്റീനൻ എയർഫോഴ്സിന് ഒരു ഹെലികോപ്റ്റർ ആവശ്യമുണ്ട്. അർജന്റീനൻ എയർഫോഴ്സ് ഒരു ഹെലികോപ്റ്റർ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സോ നമ്മളുടെ തേജസ് അവർ സെല്ല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സോ നമ്മൾ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിന് അവിടെ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായോ? തേജസ് യുദ്ധവിമാനങ്ങൾ നമ്മൾ അർജന്റീനയ്ക്ക് വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് കൂടി ആയിരിക്കണം മോദി അർജന്റീനയിലേക്ക് കൂടി വിസിറ്റിംഗ് നടത്തുന്നത്. മനസ്സിലായോ? ദെൻ ബ്രസീൽ നമ്മളുടെ ഒരു പാർട്ണറാണ്, റിലേറ്റഡ് ടു നല്ല ബന്ധമുള്ള ഒരു കൺട്രിയാണ് നമ്മളുടെ ബ്രസീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രസീലിലെ മേജർലി എന്താണുള്ളത്? ബ്രസീലില് ഈ ക്രിറ്റിക്കൽ മിനറൽസുകൾ അധികമുള്ള ഒരു സ്ഥലമാണ്. ക്രിറ്റിക്കൽ മിനറൽസ് എന്ന് പറയുമ്പോൾ ഏതാണ്? മുകളിൽ വെനിസുലയുണ്ട്, അവിടെയും ഈ ക്രിറ്റിക്കൽ മിനറൽസ് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. ഏതാണ്? ലിഥിയമാണ്. ലിഥിയത്തെ എന്തിലാ കാണുന്നത്? ലിഥിയം അയൺ ബാറ്ററി. അതായത് ബാറ്ററി പ്രൊഡക്ഷൻസിന് വേണ്ട ലിഥിയം എന്ന് പറയുന്ന മിനറൽസ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രീസിൽ ഒന്നാണ് ബ്രസീൽ. സോ അത് നമുക്ക് സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. സോ അതാണ് നമ്മൾ അവിടെ കൂടി സന്ദർശിക്കാനായിട്ടുള്ള കാരണം. ദെൻ ഫിഫ്ത്ത് കൺട്രി ഏതാണ്? ഫിഫ്ത്ത് കൺട്രി നമീബിയയാണ്. നമീബിയ എവിടെയാണ് കിടക്കുന്നത്? ആഫ്രിക്കയുടെ താഴെ, അതായത് സൗത്ത് ആഫ്രിക്കയുടെ തൊട്ട് മുകളിലായിട്ട് കിടക്കുന്ന കൺട്രിയാണ് നമീബിയ. ഒരുപാട് വർഷങ്ങളായി എന്ന് തോന്നുന്നു ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിജി നമീബിയയിലേക്ക് വിസിറ്റിംഗ് നടത്തുന്നത്. ആദ്യം പറഞ്ഞ 3 കൺട്രീസിലേക്കും ആദ്യമായിട്ട് തന്നെയാണ്, ഗാനയിലേക്കാണെങ്കിലും ടിയിലേക്കാണെങ്കിലും മോദി വിസിറ്റിംഗ് നടത്തുന്നത് ആദ്യമായിട്ട് തന്നെയാണ്. നമീബിയയിലേക്കും ആദ്യമായിട്ടാണ് വിസിറ്റിംഗ് നടത്തുന്നത്.
മനസ്സിലായോ? സോ നമീബിയക്ക് എന്താണ് നമ്മളുമായിട്ട് ഇൻട്രസ്റ്റ്? നമീബിയ കഴിഞ്ഞ വർഷമല്ല, 2023 നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ടൈഗേഴ്സിനെ തന്നിട്ടുണ്ട്. അതായത് നമീബിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ടൈഗേഴ്സ് ആണ് നമ്മളുടെ ടൈഗർ റീസ്റ്റോറേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കുൻഹോ നാഷണൽ പാർക്ക് എവിടെയാണ്? അറിയാൻ പാടില്ലെങ്കിൽ എഴുതി വെക്കുക. കുൻഹോ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശിലെ ഒരു നാഷണൽ പാർക്കാണ്. സോ 2023-24 കാലഘട്ടങ്ങളിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് നമീബിയയും അറിയാൻ പറ്റും, ഈ കുൻഹോ നാഷണൽ പാർക്ക് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റും. സോ ഈ വർഷം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. നമീബിയയിൽ നിന്ന് നമ്മൾ കുറച്ച് കടുവകളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ടൈഗേഴ്സിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ടൈഗേഴ്സ് അല്ല, ചീറ്റാസിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? സോ ആ ചീറ്റാസിനെ കൊണ്ടുവന്നിട്ടത് എവിടെയാണ്? കുൻഹോ നാഷണൽ പാർക്കിലാണ്. അത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മനസ്സിലായോ? സോ ഈ വിസിറ്റ് നടത്തുന്നതിന്റെയൊക്കെ ഉദ്ദേശം എന്താണ്? ഈ വിസിറ്റ് നടത്തുന്നതിന്റെയൊക്കെ ഉദ്ദേശം നമ്മൾ എവിടെയൊക്കെ പറഞ്ഞു? ഫസ്റ്റ് ഗാന പറഞ്ഞു, ദെൻ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറഞ്ഞ കൺട്രി പറഞ്ഞു, ടി അതെവിടെയാണ്? നമ്മുടെ സൗത്ത് അമേരിക്കയുടെ മുകളില്. നിങ്ങൾ ഓരോ രാജ്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ ഒന്ന് പോസ് ചെയ്യുക ഈ വീഡിയോ, എന്നിട്ട് ഓരോ രാജ്യവും നിങ്ങൾക്ക് മാപ്പിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. മനസ്സിലായോ? ദെൻ ടി പറഞ്ഞു. ദെൻ എവിടെയാണ് പോയത്? അർജന്റീനയിലേക്ക് പോകുന്നു, ബ്രസീലിലേക്ക് പോകുന്നു, ദെൻ ലാസ്റ്റ് നമീബിയയിലേക്ക് പോകുന്നു. ഇതെന്തിനാ ഇവിടെ പോകുന്നത്? ഒരു ഗ്ലോബൽ സൗത്തില് നമ്മളുടെ ഒരു പ്രസൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ്. ദെൻ സ്ട്രാറ്റജിക് എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടാണ്. ദെൻ വേറെ എന്താണ് വരുന്നത്? എനർജി ആൻഡ് മിനറൽ സെക്യൂരിറ്റി. അതെവിടെയായിരിക്കും? പ്രധാനമായിട്ടും ബ്രസീൽ റീജിയനിലാണ്. മനസ്സിലായോ? സോ ദെൻ അതുകൂടാണ്ട് ഡയസ്പോറ ഡിപ്ലോമസി, അതെവിടെയാ വരുന്നത്? നമ്മൾ പറഞ്ഞ ടിയിലേക്ക്, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗ എന്ന് പറയുന്ന ഐലൻഡ് കൺട്രിയിൽ. കാരണം അവിടെ 90% ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള പീപ്പിളാണ്. ദെൻ എക്കോണമിക് ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മൾ പല പ്രൊജക്ടുകളും ഈ ഗ്ലോബൽ സൗത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ആർട്ടിക്കിൾ വരുന്നുണ്ട്. നമ്മൾ കടങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറുകൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എക്കോണമിക് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമല്ലോ എക്കോണമിക് റിലേറ്റഡ് ആയിട്ട്. അതായത് ഈ കൺട്രികളെല്ലാം ഒരു വലിയ മാർക്കറ്റുകളായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്ത്യയുടെ പ്രൊഡക്റ്റുകൾ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് വിറ്റഴിക്കാം. മനസ്സിലായോ? ഇന്ത്യക്ക് അങ്ങനെ ഒരു ട്രേഡ് റിലേഷൻസ് ഈ കൺട്രീസുമായിട്ട് വെക്കാം. ഫോർ എക്സാമ്പിൾ, ബ്രസീലിലേക്ക് നമ്മളിപ്പോ യുദ്ധവിമാനം കയറ്റി അയക്കാൻ പോകുന്നു. നമുക്ക് ഒരിക്കലും ഫ്രാൻസിലേക്കും UK-യിലേക്കും അല്ലെങ്കിൽ US-ലേക്കും യുദ്ധവിമാനങ്ങൾ കയറ്റി അയക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? അവർക്ക് ഓൾറെഡി ഗംഭീരമായിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്. എന്നാൽ ഈ കൺട്രീസിലേക്ക് നമ്മൾ വിമാനങ്ങൾ കൊടുക്കുകയും അല്ലെങ്കിൽ ടെക്നോളജീസ് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് നമ്മളുടെ മാർക്കറ്റിന് ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. മനസ്സിലായോ? സോ ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷനുകൾ നമ്മൾ രൂപീകരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഇതെല്ലാം ഞാൻ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സോ ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി. ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ 5 കൺട്രീസിന്റെ എന്ത് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ. സോ ഇവിടെ ജിയോഗ്രഫിക് പൊസിഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ജോഗ്രഫി വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ് ജോഗ്രഫിയിൽ എവിടെയാണ് ഈ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, ദെൻ എന്തുകൊണ്ടാണ് ഈ കൺട്രിയിലേക്ക് പോകുന്നതിന്റെ പൊളിറ്റിക്കൽ റിലേഷൻസും ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിലുള്ള ഇന്റർനാഷണൽ റിലേഷൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, മൂന്നാമത്തെ ആർട്ടിക്കിളും റിലേറ്റഡ് ടു നമ്മളുടെ പ്രധാനമന്ത്രിയുടെ വിസിറ്റിനെ സംബന്ധിച്ചത് തന്നെയാണ്. സോ അതുമായി ബന്ധപ്പെട്ട ഒരു എക്കോണമിക് പെർസ്പെക്റ്റീവിലുള്ള ഒരു ആർട്ടിക്കിൾ ആണ് നമ്മളുടെ ഓപ്പൺ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്നത്. എന്താണ്? നമ്മളുടെ ഗ്ലോബൽ സൗത്തില് കുറച്ചും കൂടി നമ്മളുടെ ഇന്റർവെൻഷൻ കൂട്ടുന്നതിനും നമ്മളുടെ എക്കോണമീസിന്റെ മാർക്കറ്റിന്റെ കുറച്ചും കൂടി വിപുലീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 5 കൺട്രീസിലേക്ക് നമ്മൾ പോയിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണെങ്കിലും ഇതിന് എക്കോണമിക് ആയിട്ടുള്ള പല വിഷനുകളും നമുക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായോ? സോ അത് ഒരു എക്കോണമിക് പെർസ്പെക്റ്റീവിൽ കൂടി അനലൈസ് ചെയ്യുകയാണ് ഈ ഒരു ആർട്ടിക്കിളിലൂടെ. ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ ലോകത്തിന്റെ മാപ്പ് ഇങ്ങനെ തുറന്നു വെക്കുക. അറ്റ്ലസില് വേൾഡ് മാപ്പിൽ നമ്മളുടെ വേൾഡ് മാപ്പ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൗത്ത് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നവരെയാണ്
ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത്, അതായത് ഗ്ലോബൽ വേൾഡിന്റെ ഏറ്റവും സൗത്തിൽ സ്ഥിതി ചെയ്യുന്നവരെയാണ് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത്. സോ മോസ്റ്റ്ലി ഹിസ്റ്റോറിക്കലി ഈ ഗ്ലോബൽ സൗത്തിലുള്ളവര് എന്താണ്, ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്മെന്റ് കൺട്രീസ് ആണ്. മേജർലി സൗത്ത് ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ദെൻ ഇന്ത്യ അടക്കമുള്ള കൺട്രീസ്. മനസ്സിലായോ? ഇന്ത്യ അടക്കം, ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എവിടെയായി? സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആയി. മനസ്സിലായോ? ഇന്ത്യയും തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇന്ത്യൻ ഓഷ്യൻ അടക്കമുള്ള സ്ഥലങ്ങൾ എവിടെയായി? സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് പോയി. സോ ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺട്രീസ് എല്ലാം ഉൾപ്പെടുന്നതിനെയാണ് ഗ്ലോബൽ സൗത്ത് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? സോ ഈ ഗ്ലോബൽ സൗത്തിന്റെ പ്രത്യേകത എന്താണ്? മേജർ എക്കോണമീസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് എക്കോണമീസ് വലുതായിട്ട് അവിടെ ഇല്ല. മനസ്സിലായോ? സോ അവിടെയുള്ള പ്രശ്നങ്ങൾ എമേർജിംഗ് എക്കോണമീസ് ആണ്, അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഫോർ എക്സാമ്പിൾ സൗത്ത് ആഫ്രിക്കയുടെ പല കൺട്രീസും ഡെവലപ്പ് ചെയ്തു വരുന്നുള്ളൂ, അല്ലെങ്കിൽ ആഫ്രിക്കയുടെ പല കൺട്രീസും ഡെവലപ്പ് ചെയ്തു വരുന്നേ ഉള്ളൂ. എക്കോണമിക് സ്റ്റാറ്റസ് വളരെ കുറവായിട്ട് അല്ലെങ്കിൽ ഇതാണ്. ദെൻ വേറെ എന്താണ് വരുന്നത്? ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ അമേരിക്കയെ പോലെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ പല കൺട്രീസിനെയും പോലെ വലിയ പണപ്പെരുപ്പമോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ അവയർനെസ്സോ ലിറ്ററസീസോ ഒന്നുമുള്ള കൺട്രീസ് അല്ല ഈ ഗ്ലോബൽ സൗത്തിൽ കിടക്കുന്നത്. സോ അവർക്ക് സ്പെസിഫൈഡ് ആയിട്ട് ഒരു പ്ലാൻ വേണം. മനസ്സിലായോ? സോ ഇന്ത്യ ഈ ഗ്ലോബൽ സൗത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. മനസ്സിലായോ? ഇന്ത്യ ഒരു മെച്ചൂർഡ് ഡെമോക്രസിയാണ്, നമുക്കറിയാം. ഇന്ത്യ ഒരു മെച്ചൂർഡ് ഡെമോക്രസിയാണ്. അതിലുപരി ബാക്കിയുള്ള കൺട്രീസിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ. മനസ്സിലായോ? അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഗ്ലോബൽ സൗത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മാർക്കറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മുടെ മാർക്കറ്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. മാർക്കറ്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി മാത്രമല്ല, ഈ ഓരോ കൺട്രീസിലും യുണൈറ്റഡ് നേഷൻ അടക്കമുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ വലിയ റോളുകളുണ്ട്. ഓരോ കൺട്രീസിനും അവിടെ വോട്ടിംഗ് റൈറ്റുകൾ ഉണ്ട്. മനസ്സിലായോ? സോ ഈ കൺട്രീസിനെ എല്ലാം ഒരുമിച്ച് നിർത്തേണ്ടത് നമ്മളുടെ റിഫോമുകൾക്ക്, ഇന്റർനാഷണൽ യൂണിയൻസ്, ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ IMF ആണെങ്കിലും വേൾഡ് ബാങ്ക് ആണെങ്കിലും അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ രാജ്യങ്ങൾക്ക് ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്. സോ അവിടെ നമ്മളുടെ ആശയങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാനായിട്ട് ഈ രാജ്യങ്ങൾക്ക് പറ്റും. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ TNDയിലേക്ക് പോകുന്നു, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്ന കൺട്രിയിലേക്ക് പോകുന്നു. ഐലൻഡ് കൺട്രിയാണ്. നമുക്ക് ഒരു 90% ഡയസ്പോറ അവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ന്യൂസിൽ ഞാനത് പറഞ്ഞു. എന്നാലും ഈ ഒരു കൺട്രിക്ക് യുണൈറ്റഡ് നേഷനിൽ ഒരു വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. മനസ്സിലായോ? സോ ആ ഒരു വോട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും. ഇങ്ങനെയുള്ള കൺട്രീസ്, ചെറിയ ചെറിയ കൺട്രീസ് ആണെങ്കിലും ഇതെല്ലാം കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നടന്നേക്കാം. അങ്ങനെ ഒരു ഇന്റൻഷൻ കൂടിയുണ്ട്. സോ നമ്മളെ എന്തൊക്കെ കപ്പാസിറ്റീസ് ആണ്, അല്ലെങ്കിൽ നമ്മളെ എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റുകളാണ് ഈ ഗ്ലോബൽ സൗത്തിൽ നടക്കുന്നത്? ഗ്ലോബൽ സൗത്തിൽ നമ്മൾ കപ്പാസിറ്റീസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. കപ്പാസിറ്റീസ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോ ഹോസ്പിറ്റലുകൾ ഇല്ലാത്തടത്ത് അല്ലെങ്കിൽ റെയിൽവേ ലൈനുകൾ ഇല്ലാത്തടത്ത് അങ്ങനെയുള്ള കൺട്രീസിൽ നമ്മൾ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് റെയിൽവേ ലൈനുകൾ പണിത് കൊടുക്കും. പാർലമെന്റ് ഇല്ലാത്ത സ്ഥലത്ത് ഒരു പാർലമെന്റ് പണിത് കൊടുക്കും. മനസ്സിലായോ? അങ്ങനെയുള്ള ഡിഫറെന്റ് കാര്യങ്ങൾ. ഇപ്പോ നമ്മളുടെ അഫ്ഗാനിസ്ഥാന്റെ കേസിലാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പാർലമെന്റ് നമ്മൾ പണിത് കൊടുത്തതാണ്. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ്, കപ്പാസിറ്റീസിന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ നടത്തും. ദെൻ മാർക്കറ്റ് ആക്സസ് കൊടുക്കും. മനസ്സിലായോ? ഈ കൺട്രീസിന് ചുരുങ്ങിയ താരിഫില് നമ്മൾ സാധനങ്ങൾ വിൽക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് വില കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടും നമ്മളുടെ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടും. സോ മാർക്കറ്റ് ആക്സസുകൾ നമ്മൾ ചെയ്യും. ദെൻ ഫിനാൻസ് ചെയ്യും. അവർക്ക് ഡെപ്റ്റ് ക്രൈസിസുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പണത്തിന് ആവശ്യമുള്ളപ്പോൾ നമ്മൾ നമ്മളുടെ പണങ്ങൾ ഗ്രാൻസ് ആയിട്ടും അല്ലെങ്കിൽ ലോണുകളായിട്ടും ലൈൻ ഓഫ് ക്രെഡിറ്റ് LOC, മനസ്സിലായോ? ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ ഒരു വാക്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ടേമിൽ ഉടക്കിയിട്ടുണ്ടാവും, ലൈൻ ഓഫ് ക്രെഡിറ്റ്. ലൈൻ ഓഫ് ക്രെഡിറ്റ് സിംപ്ലി മീൻസ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്ന, ഒരു നേഷൻ ക്രെഡിറ്റ് കൊടുക്കുന്ന മെക്കാനിസം ആണ്. മനസ്സിലായോ? സോ ലൈൻ ഓഫ് ക്രെഡിറ്റ്സ് നമ്മൾ കൊടുക്കും. ദെൻ ടെക് ട്രാൻസ്ഫറുകൾ നമ്മൾ കൊടുക്കും. ടെക് ട്രാൻസ്ഫറുകൾ എന്തൊക്കെയാണ്? ഡിജിറ്റൽ ഇനീഷ്യേറ്റീവുകൾ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ടെക്നോളജീസ് നമ്മൾ അവർക്ക് കൂടി പകർന്നു കൊടുക്കും. മനസ്സിലായോ? എന്തൊക്കെ നമ്മൾ അങ്ങനെ പകർന്നു കൊടുത്തിട്ടുണ്ട്? ഇപ്പോ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അല്ലെങ്കിൽ UPI എന്ന് പറയുന്ന കാര്യങ്ങൾ
ഒരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ്, ഡിജിറ്റലി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സിംപിളി ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. മനസ്സിലായോ? സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉള്ള ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നമ്മൾ അവർക്ക് കൂടി പകർന്നു കൊടുക്കും. മനസ്സിലായോ? അങ്ങനെ ആ കൺട്രീസ് ടെക്നോളജിക്കലി അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഗുണം? നമുക്ക് ആ കൺട്രിയുടെ ഒരു പ്രോസ്പെരിറ്റി ഉറപ്പുവരുത്താം. മാത്രവുമല്ല നമ്മളുടെ മാർക്കറ്റുകൾക്ക്, നമ്മളുടെ സ്ട്രാറ്റജിക് റിലേഷനുകൾക്ക്, നമ്മളുടെ ഒരു ഫ്രണ്ട്ലി റിലേഷനുകൾക്ക് വേണ്ടിയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യാറുള്ളത്. എന്തൊക്കെയാണ്? കപ്പാസിറ്റീസ് ബിൽഡ് ചെയ്യാറുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, മാർക്കറ്റ് ആസസ്, എക്കോണമി റിലേറ്റഡ് ആയിട്ട് മാർക്കറ്റ് ആസസുകൾ നമ്മൾ കൊടുക്കും. വേറെ എന്ത് ചെയ്യും? നമ്മൾ അവർക്ക് ഫണ്ട് ചെയ്യും. ലൈൻ ഓഫ് ക്രെഡിറ്റ്സ് വഴി നമ്മൾ അവർക്ക് ഫണ്ട്സും ഗ്രാൻസും അലോട്ട് ചെയ്യും. ദെൻ ടെക്നോളജികൾ നമ്മൾ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലായോ? പക്ഷേ ഈ ഒരു പേഴ്സ്പെക്റ്റീവില് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ലൈൻ ഓഫ് ക്രെഡിറ്റ്സുകൾ കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതായത് ഇന്ത്യ കടം വാങ്ങുന്നു. ഇന്ത്യ വലിയ ലോകരാജ്യങ്ങളിൽ നിന്ന് കടം വാങ്ങുന്നു. ഇപ്പൊ USA ആണെങ്കിലും UK ആണെങ്കിലും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള, വേൾഡ് ബാങ്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യ കടം വാങ്ങുന്നു, വലിയ നിരക്കിൽ കടം വാങ്ങുന്നു. മനസ്സിലായോ? എന്നിട്ട് അത് കുറഞ്ഞ നിരക്കില് ഈ പറയുന്ന കൺട്രികളില് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തും. ഇന്ത്യ പണം കൊടുക്കുന്നത് എവിടെന്നെങ്കിലും വാങ്ങിച്ചിട്ടായിരിക്കുമല്ലോ. മനസ്സിലായോ? സോ വലിയ നിരക്കിൽ നമ്മൾ പൈസ വാങ്ങിയിട്ട് ഈ കൺട്രീസിനെല്ലാം കൊടുക്കും. ഗ്ലോബൽ സൗത്തിലെ ചെറിയ ചെറിയ കൺട്രീസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും. അതിനെയാണ് എന്ത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? ലൈൻ ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണ്? ഇവര് തിരിച്ചടക്കണ്ടേ? ഈ ഗ്ലോബൽ സൗത്തിലുള്ള കൺട്രീസ് തിരിച്ചടക്കണ്ടേ? പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളുടെ ഗ്ലോബൽ എക്കോണമിക് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഗ്ലോബൽ സൗത്തിലെ കൺട്രീസ് ഭയങ്കര ഡെപ്റ്റ് ക്രൈസിസുകളിലാണ്. മനസ്സിലായോ? ഇപ്പൊ ബ്രസീലിലാണെങ്കിലും അല്ലെങ്കിൽ അതിന് താഴെയുള്ള അർജന്റീനയിലാണെങ്കിലും എക്രോസ് ആഫ്രിക്കയിലാണെങ്കിലും ഈ പണങ്ങൾ തിരിച്ചടയ്ക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. പണത്തിന്റെ മൂല്യം അവിടെ കുറയുകയാണ്, ഇൻഫ്ലേഷൻ സംഭവിക്കുകയാണ്, ഡെപ്റ്റ് ക്രൈസിസുകൾ സംഭവിക്കുകയാണ്. സോ ഈ ആർട്ടിക്കിളില് നമ്മളുടെ ഓതർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ ചുരുക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അതൊന്ന് റീതിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. മനസ്സിലായോ? പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ എല്ലാം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തേ മതിയാവുള്ളൂ. ഇവരുടെ എല്ലാ പ്രശ്നങ്ങള് കുറച്ചെങ്കിലും നമ്മൾ അഡ്രസ് ചെയ്തേ മതിയാവുള്ളൂ, നമ്മളുടെ ബെറ്റർ ഫോറിൻ പോളിസിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലേഷൻസിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് എന്ത് സ്ട്രാറ്റജിയാണ്? ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ത്രീ നേഷൻ അപ്രോച്ച് ആണ്. ഒരു ത്രീ നേഷൻ അപ്രോച്ച് ആണ്. അതായത് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമി ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ USA അല്ലെങ്കിൽ UK അല്ലെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ ഫ്രാൻസ്, അങ്ങനെ ഒരു ഡെവലപ്ഡ് എക്കോണമിയും ഇന്ത്യയും കൈകോർക്കും. എന്നിട്ട് മറ്റൊരു ഗ്ലോബൽ സൗത്തിലുള്ള ഗ്ലോബൽ സൗത്തിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് കൺട്രിയെ സഹായിക്കും. സോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് നമ്മളുടെ ബർഡൻ കുറയുകയാണ്. സോ ഇതിനെ ഒരു ട്രയാങ്കുലർ കോർപ്പറേഷൻ എന്നാണ് വിളിക്കുക. ട്രയാങ്കുലർ കോർപ്പറേഷൻ, TRC. സോ ഒരു ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ സഹായിക്കാൻ സന്നദ്ധയുള്ള വലിയൊരു കൺട്രീസിനെ സെലക്ട് ചെയ്യും. അങ്ങനെ രണ്ട് കൺട്രീസ് തമ്മിൽ കോർപ്പറേഷനിൽ എത്തിയിട്ട് അവർ മറ്റൊരു ഗ്ലോബൽ സൗത്തിലുള്ള ഒരു കൺട്രിയെ സഹായിക്കും. അങ്ങനെ 3 കൺട്രീസ് ചേരുന്ന ഒരു ട്രയാങ്കുലർ കോർപ്പറേഷൻ ആണിത്. മനസ്സിലായോ? സോ ഇതുവഴി എന്ത് സംഭവിക്കും? നമ്മളുടെ ഇത് കുറയാനായിട്ട് സാധിക്കും. എന്ത്? നമ്മളുടെ ഒരു സ്ട്രെസ് കുറയാനായിട്ട് സാധിക്കും. സ്ട്രെസ് ഡിവൈഡ് ചെയ്ത് 2 കൺട്രികൾക്കും പോകും. ദെൻ അവിടെ മറ്റൊരു കാര്യമുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ. നമ്മളുടെ കയ്യിലുള്ള ടെക്നോളജീസ് മാത്രമല്ല. ഇപ്പോ ജർമ്മനി എന്ന് പറയുന്ന കൺട്രിയാണ് നമ്മളായിട്ട് കോർപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ ജർമ്മനിയുടെ എന്ന് പറയുന്ന കൺട്രിയിൽ വളരെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. സോ ആ കാര്യങ്ങൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഈ കൺട്രീസിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? സോ അവിടെ ഒരു എക്കോണമീസ് ഓഫ് സ്കെയിൽ വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്മെന്റ് വർക്ക് ചെയ്യാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇതെല്ലാം കുറച്ചും കൂടി ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ട്രയാങ്കുലർ കോർപ്പറേഷൻ എന്നാണ് നമ്മളുടെ ഓതർ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. സോ നമ്മളിവിടെ എന്താണ്
ആ, പഠിച്ചത് നമ്മൾ ഈ ഗ്ലോബൽ സൗത്തിലെ എന്താണ് ക്രൈസിസ് എന്ന് പറഞ്ഞു. ഗ്ലോബൽ സൗത്തില് എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഗ്ലോബൽ സൗത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? നമ്മൾ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്തത്. ഒന്ന്, കപ്പാസിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്. ദെൻ നമ്മൾ അവർക്ക് ലോണുകൾ കൊടുത്തു, ഗ്രാന്റുകൾ കൊടുത്തു, ലൈൻ ഓഫ് ക്രെഡിറ്റ്സ് എന്നാണ് അതിനെ പറയുന്നത്. മനസ്സിലായോ? അതുകൂടാണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ ബിൽഡിങ്ങുകൾ ചെയ്തു. മനസ്സിലായോ? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്തു. ഫിനാൻസ് കൊടുത്തു. ദെൻ മാർക്കറ്റ് ആക്സസ് കൊടുത്തു. അവർക്ക് കുറച്ച് വില കുറവില് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുള്ള മാർക്കറ്റ് ആക്സസ് കൊടുത്തു. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ഡെപ്റ്റ് ക്രൈസിസിലാണ്. സോ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം നമുക്കിവിടെ 150 കോടിയോളം മനുഷ്യരുണ്ട്. മനസ്സിലായോ? അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്ലോബൽ സൗത്തും വിട്ടുകളയാനായിട്ട് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു വലിയ രാജ്യത്തിനുമായി ചാരി നിൽക്കുക. അങ്ങനെ ഒരു ട്രയാങ്കുലർ കോർപ്പറേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. അടുത്തത് വളരെ രസകരമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇന്ത്യയുടെ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അറിയില്ല, കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ നമ്മളുടെ മലയാളം യൂട്യൂബ് ചാനലിൽ നമ്മളുടെ ബാബു രാമചന്ദ്രൻ ഇല്ലേ, വല്ലാത്തൊരു കഥ എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയിട്ട് പ്രശസ്തനായ, ഏഷ്യാനെറ്റിലൂടെ പ്രശസ്തനായ ബാബു രാമചന്ദ്രന്റെ യൂട്യൂബ് ചാനലിൽ ഒരു പാലിയേറ്റീവ് കെയറിന്റെ ഒരു ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഗംഭീരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. എങ്ങനെയാണ് പാലിയേറ്റീവ് കെയർ സിസ്റ്റം അദ്ദേഹം വർക്ക് ചെയ്തത്, അദ്ദേഹത്തിന്റെ ഒരു വളരെ വലിയ ഓർമ്മകൾ ഇങ്ങനെ പറയുന്ന ഒരു വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഇന്റർവ്യൂ സെഷൻ ആയിരുന്നു അത്. സോ അത് ഈ ഒരു പത്രവാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു പോയിന്റിലേക്കാണ്, ആ ഒരു വീഡിയോയിലേക്കാണ് പോയത്, എൻ്റെ ഓർമ്മ പോയത്. സോ എന്താണ് പാലിയേറ്റീവ് കെയർ എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പാലിയേറ്റീവ് കെയർ പോളിസി എങ്ങനെയാണ്, അതിന്റെ ചലഞ്ചസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എന്താണ് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ രോഗികളിൽ ശമിക്കാത്ത രോഗമുള്ളവർക്ക്, അതായത് നിലവിലുള്ള രോഗപ്രതിരോധങ്ങള് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് പെർട്ടിക്കുലർലി ഒരു ക്യാൻസർ പോലെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് വന്നായിട്ട് ഇനി അവർക്ക് കൊടുക്കാനായിട്ട് ചികിത്സയൊന്നുമില്ല, അങ്ങനെ ഒരു സിസ്റ്റത്തില്, അങ്ങനെ ഒരു സംഭവത്തില് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന ഒരു കാര്യമാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മനസ്സിലായോ? സോ അവർക്ക് വേദന സംഹാരികളും അങ്ങനെയുള്ള കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതം സുഗമമാക്കുക, അതായത് വേദന കുറയ്ക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ പണ്ട് എങ്ങനെയായിരുന്നു പറഞ്ഞാൽ, പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞത് ഒരു ഫുള്ളി ഇംപ്ലിമെന്റഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല പല സ്ഥലങ്ങളിലും. മനസ്സിലായോ? പാലിയേറ്റീവ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് എന്നൊരു, അതായത് വേറൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ വലിയ വലിയ റിസർച്ചുകളൊന്നും നടത്താതെ വെറുതെ ഇരിക്കാനായിട്ട് വിധിച്ചിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് എന്നാണ് പലരും കരുതിയിരുന്നത്. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പുതിയ കാലഘട്ടങ്ങളിലാണ്, അല്ലെങ്കിൽ ദ എമേർജിംഗ് ഗ്ലോബൽ സിനാരിയോസിലാണ് ഈ പാലിയേറ്റീവിന്റെയും പാലിയേറ്റീവ് കെയർസിന്റെയും ഇമ്പോർട്ടൻസ് ഒക്കെ വരാൻ തുടങ്ങിയത്. മനസ്സിലായോ? ബാബു രാമചന്ദ്രന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നാണ്, അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് മാത്രമാണ് മെഡിക്കൽ കോളേജുകളിൽ ഒരു പാലിയേറ്റീവ് കെയർ ഒരു വിഷയമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത്. മനസ്സിലായോ? സോ ഒരു ചലഞ്ച് അദ്ദേഹം അഡ്രസ് ചെയ്തിട്ടുണ്ട്. കാരണം അവയർനെസ് ഇല്ല, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഫാക്കൽറ്റീസ് അവിടെ ഇല്ല എന്നുള്ളൊരു ചലഞ്ച് അദ്ദേഹം അവിടെ തന്നെ അഡ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എന്താണ് ഒരു ഗ്ലോബൽ സിനാരിയോ. സോ ലോകത്തില് 40 മില്യണോളം, അതായത് 4 കോടിയോളം ആളുകൾക്ക് എന്തുണ്ട്? പാലിയേറ്റീവ് കെയർ വേണം. ഇന്ത്യയിലാണെങ്കിൽ അത് 1 കോടിയോളം ആളുകൾക്ക് പാലിയേറ്റീവ് കെയർ വേണ്ടതാണ്. എന്താണ് പാലിയേറ്റീവ് കെയർ? അതായത് ക്യാൻസർ പോലെയുള്ള അടക്കമുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേദന സംഹാരികളും അല്ലെങ്കിൽ അവരുടെ ജീവിതം സുഗമമാക്കാനായിട്ടുള്ള ഒരു പ്രക്രിയയാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മെഡിക്കൽ ഫീൽഡിന്റെ പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമാണോ? പണ്ട് മെഡിക്കൽ ഫീൽഡിന്റെ പുറത്തായിട്ടായിരുന്നു പലരും കണക്കാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അത് മെഡിക്കൽ ഫീൽഡിൽ ഉള്ളിൽ നിൽക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഒരു ഹൃദയരോഗ വിദഗ്ധനെ പോലെ, അല്ലെങ്കിൽ ഒരു എൻഡോക്രിനോളജിസ്റ്റിനെ പോലെ, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോലെ
മനുഷ്യന് സന്തോഷം നൽകാനായിട്ടുള്ള ഒരു കാര്യമായിട്ട്, അല്ലെങ്കിൽ മനുഷ്യന്റെ വേദനകൾ കുറയ്ക്കാനായിട്ടുള്ള ഒരു കാര്യമായിട്ട് പാലിയേറ്റീവ് കെയർ മാറുകയാണ്. മനസ്സിലായോ? സോ അതിന്റെ നീഡ് എന്താണ്? ഇന്ത്യയിൽ 1 കോടി മനുഷ്യര് എന്തുണ്ട്, പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരുണ്ട്. 1 കോടി പാലിയേറ്റീവ് കെയർ രോഗികളുണ്ട്. എന്നാൽ അതില് 1% പോലും ആളുകൾക്ക് മാത്രമേ എന്ത് കിട്ടുന്നുള്ളൂ? കൃത്യമായ പാലിയേറ്റീവ് കെയറുകൾ കിട്ടുന്നുള്ളൂ. കാരണം എന്താണ്? ഈ രോഗങ്ങൾ വരുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ്. സോ പാലിയേറ്റീവിന് വേണ്ടിയിട്ട് അവർക്ക് പൈസ മുടക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. മനസ്സിലായോ? ഇൻഷുറൻസിൽ പാലിയേറ്റീവ് കെയർ എന്ത് ചെയ്യുന്നില്ല? കവർ ചെയ്യുന്നില്ല. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സാധാരണക്കാരുകൾക്ക് ഉണ്ട്. ഇതിൽ നമ്മൾ എന്തൊക്കെ കവർ ചെയ്യും? ഫിസിക്കൽ നീഡ്സ്, ഇമോഷണൽ നീഡ്സ്, സോഷ്യൽ നീഡ്സ്, സ്പിരിച്വൽ നീഡ്സ്, ഇങ്ങനെയുള്ള എല്ലാ തലങ്ങളിലും. കാരണം അവരുടെ ജീവിതം ഇനി സുഗമമാക്കുക എന്ന് മാത്രമേ പാലിയേറ്റീവ് കെയറിന് ചെയ്യാനായിട്ടുള്ളൂ. അത് വേദന സംഹാരങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഉത്തരവാദിത്വത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള സ്പിരിച്വൽ കാര്യങ്ങളിലൂടെ ആയിരിക്കാം. മനസ്സിലായോ? സോ ഇതെല്ലാം ആണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഇപ്പൊ എന്താണ് ഇതിന് ഗ്രോയിങ് ഡിമാൻഡ് കൂടാനായിട്ടുള്ള കാരണം? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പാൻഡമിക്കുകൾ കുറയുകയാണ്. കോളറ പോലെ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ വളരെ കുറഞ്ഞു. അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള മെക്കാനിസങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹൈജീൻസ് പാലിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി അവയർനെസ് ആണ്. എന്നാൽ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ലൈക്ക് ക്യാൻസർ, ഡയബറ്റിക്സ്, അങ്ങനെയുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? സോ ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബേർഡൻ ആണ്. ഫിനാൻഷ്യലി ഉള്ള ഒരു ബേർഡൻ ആണ് ഒരു ഫാമിലിക്ക് സംഭവിക്കുക. സോ ഇതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഇന്ത്യയിലെ കീ ചലഞ്ചസ്? ട്രെയിനഡ് പ്രൊഫഷണൽസ് ഇല്ല. ബാബു രാമചന്ദ്രന്റെ ഇന്റർവ്യൂല് ആ ഡോക്ടർ പറയുന്ന പോലെ പ്രൊഫഷണൽസിന്റെ കുറവ് അവിടെ ഉണ്ട്. കാരണം മെഡിക്കൽ കോളേജുകളിൽ പോലും ഇതൊരു വിഷയമായിട്ട് വരാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. മനസ്സിലായോ? ദെൻ ഇൻഫ്രാസ്ട്രക്ചറുകളുടെ ലിമിറ്റേഷനുകൾ ഉണ്ട്. പിന്നെ ആളുകൾക്ക് അവയർനെസ് ഇല്ല. മനസ്സിലായോ? പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് സാധാരണമായിട്ടുള്ള ജനങ്ങൾക്ക് അവയർനെസ് ഇല്ല. ആ ഒരു കാര്യം കൂടി അവിടെയുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഒരു പോളിസി ഫ്രെയിംവർക്ക് എന്ന് നോക്കാം. ആദ്യമായിട്ട് വോൾ ഇന്ത്യ ബേസിസിൽ ഒരു പോളിസി ഫ്രെയിം ചെയ്യുന്നത് എപ്പോഴാണ്? 2017 കൂടിയിട്ടാണ് ഒരു നാഷണൽ ഹെൽത്ത് പോളിസിയിൽ നമ്മൾ പാലിയേറ്റീവ് കെയറിനുള്ള ഒരു ഇൻക്ലൂസീവ് പ്ലാൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 2005 മുതൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഇത് പറയുന്നതാണ്. പല സംസ്ഥാനങ്ങളും ഇതിന് അനുകൂലമായിട്ട് നിലപാടുകൾ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. മനസ്സിലായോ? സോ ഇന്ത്യ സ്പെസിഫിക്കില് 2017 നാഷണൽ ഹെൽത്ത് പോളിസിയിലാണ് ഒരു ഇൻക്ലൂസീവ് പാലിയേറ്റീവ് കെയർ പ്ലാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതിനു മുൻപ് പാലിയേറ്റീവ് കെയർ പോളിസി ഉള്ള ഒരു സംസ്ഥാനമുണ്ട്. അത് കേരളമാണ്. അഭിമാനബോധത്തോടുകൂടി പറയാണ്, 2008 മുതൽ നമുക്ക് ഗംഭീരമായിട്ടുള്ള ഒരു പാലിയേറ്റീവ് കെയർ പോളിസി നമ്മളുടെ കയ്യിലുണ്ട്. മനസ്സിലായോ? സോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്തിന് പാലിയേറ്റീവ് കെയർ പോളിസി ഉള്ളത് കേരളത്തിനാണ്. ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേരളമാണ്. സോ നിങ്ങൾ KASന്റെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ മെയിൻസ് ഒക്കെ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ, ആസ്പിരൻസ് ആണ് എങ്കിൽ, ഈ കേരള മോഡലിനെ കുറിച്ച് നിങ്ങളൊന്ന് വായിച്ചിരിക്കണം. എന്തിന്റെ? പാലിയേറ്റീവ് കെയറിന്റെ കേരള മോഡലിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് വായിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് എമർജ് ചെയ്തത് കേരളത്തിലാണ്. കേരളത്തിന്റെ 2008 മുതൽ എന്തുണ്ട്? ഒരു പാലിയേറ്റീവ് കെയർ പോളിസി ഉണ്ട്. 2018 അതിൽ വിപുലീകരിച്ചു ഗംഭീരമായിട്ട്. അതായത് പാലിയേറ്റീവ് കെയർ പോളിസിയുടെ കേരള ഗവൺമെന്റിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെ നടത്തണമെന്ന് വിശദമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വായിച്ചു നോക്കുക. UPSC സ്പെസിഫിക് ആയിട്ട് വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു PDF ഒന്ന് വായിച്ചു നോക്കുക. അതിന്റെ ചെറിയ പോർഷൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ആ ഒരു വോൾ PDF വായിക്കുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. മനസ്സിലായോ? നമുക്ക് നോക്കാം എങ്ങനെയാണ് കേരള മോഡൽ നമ്മളുടെ പാലിയേറ്റീവ് കെയർ പോളിസി നമ്മൾ നടപ്പാക്കിയത്. നമ്മൾ ഒരു 3 സ്റ്റേജ് പോളിസി നടപ്പാക്കി. അതായത് പ്രൈമറി സെക്ടേഴ്സിന് വേണ്ടിയിട്ട് ലോക്കൽ ലെവൽസിൽ അല്ലെങ്കിൽ നമ്മളുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഇനീഷ്യൽ പ്ലാൻ വെച്ചു.
ദെൻ അതിന് മീതെ ഒരു സെക്കൻഡറി ലെവല്, അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സെക്കൻഡറി എന്ത് വെച്ചു, പാലിയേറ്റീവ് കെയർ പോളിസി വെച്ചു. മനസ്സിലായോ? എന്നിട്ട് ദെൻ തേർഡ് ലെവലിലേക്ക് കൊണ്ടുവന്നു. തേർഡ് ലെവൽ എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് മെഡിക്കൽ കോളേജ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളും ഡിസ്ട്രിക്ട് മെഡിക്കൽ കോളേജുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അംബ്രല്ല ലെവലിലുള്ള പാലിയേറ്റീവ് കെയർ പോളിസി വെച്ചു. ഇത് കൂടാണ്ട്, ഇത് മാത്രമല്ല നമ്മൾ ചെയ്തത്, ഇത് കൂടാണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ കീഴിൽ നമ്മൾ പാലിയേറ്റീവ് കെയറിനുള്ള പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ എങ്ങനെയാണ് നമ്മൾ ഒരു 3 ലെവൽ സ്റ്റേജ് പ്രോഗ്രാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ കോളേജുകൾ. മനസ്സിലായോ? അവിടെ കൊണ്ട് കഴിഞ്ഞില്ല, നമ്മൾ റീജിയണൽ സ്പെസിഫിക് ആയിട്ട് ഓരോ പഞ്ചായത്തുകൾക്കും, നിങ്ങളുടെ പഞ്ചായത്തിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം, നിങ്ങളുടെ പഞ്ചായത്തിൽ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോയി ചികിത്സിക്കുന്ന പ്രൈമറി ഹെൽത്ത് സെന്ററിലുള്ള ഒരു വാഹനം, മെഡിക്കൽ ആംബുലൻസ് ആഴ്ചയിൽ ഒരു ദിവസം അതിലൂടെ ചുറ്റിക്കറങ്ങുന്നുണ്ടാവും. മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും. മനസ്സിലായോ? ഇത് കൂടാണ്ട് നമ്മൾ എന്ത് ചെയ്തു, ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ കീഴിൽ നമ്മൾ പാലിയേറ്റീവ് കെയറിനുള്ള പോസിബിലിറ്റീസ് നമ്മൾ അന്വേഷിച്ചു. ഇതുകൊണ്ട് നമ്മൾ അടങ്ങിയിരുന്നില്ല, നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ട് ഒരു പാലിയേറ്റീവ് കെയർ പോളിസീസ് ഐഡന്റിഫൈ ചെയ്തു. മനസ്സിലായോ? പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു പാലിയേറ്റീവ് കെയർ പോളിസി ഇൻക്ലൂഡ് ചെയ്തു. അത് മാത്രത്തിൽ കൊണ്ട് അവസാനിച്ചില്ല, NGOs, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനെയും വിളിച്ചിട്ട് അവർക്കും ഒരു പാലിയേറ്റീവ് കെയർ പോളിസിയിൽ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു. സോ ഡിഫറെന്റ് ലെയേഴ്സിലാണ്. ഗവൺമെന്റ് സ്ട്രക്ചറിൽ ഒരു ലെയർ അവിടെ നടക്കുന്നു, 3 ലെവൽ സ്ട്രക്ചർ. ദെൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ യൂസ് ചെയ്തുകൊണ്ട് പാലിയേറ്റീവ് കെയർ നമ്മൾ സംഘടിപ്പിച്ചു. ദെൻ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയും NGOസിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് സമാന്തരമായിട്ട് നമ്മൾ മറ്റൊരു പാലിയേറ്റീവ് കെയർ പോളിസി കൂടി, ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു പോളിസി കൂടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. സോ നമ്മളുടെ ആരോഗ്യരംഗത്തെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് എന്ന് ഞാൻ തീർത്തും പറയും ഈ പാലിയേറ്റീവ് കെയർ പോളിസിയിലുള്ള കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ. ഇതിനെ നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ആൻസർ ചെയ്യാം. മനസ്സിലായോ? ഈ ഒരു സ്ട്രക്ചർ നമ്മൾ മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള ആൻസറിൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻസ് ആൻസർ കുറച്ചും കൂടി എന്തായാലും സ്ട്രക്ചേർഡ് ആയിട്ട് മാറും. മനസ്സിലായോ? എന്തെങ്കിലും പാലിയേറ്റീവ് പോളിസിനെ കുറിച്ച് എഴുതി വെക്കുന്നത് കൊണ്ട് കാര്യമില്ല, പക്ഷെ നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ, പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി സെന്റേഴ്സ്, ദെൻ ഇൻക്ലൂഡിംഗ് പ്രൈവറ്റ് ആൻഡ് പഞ്ചായത്ത് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൂടി ആഡ് ചെയ്തുകൊണ്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു. ഇതുകൊണ്ട് മാത്രം കാര്യങ്ങളെല്ലാം അവസാനിക്കും. അതായത് ഗവൺമെന്റ് സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാൻ. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക? അവർക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ മരുന്നുകൾ കുറച്ചും കൂടി എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. മനസ്സിലായി? ഇപ്പോൾ വേതന സംഹാരികളാണെങ്കിൽ ചില വേതന സംഹാരികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സ്റ്റേറ്റ് ലിമിറ്റേഷനുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ലിമിറ്റേഷനുകളെല്ലാം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുകൂടാണ്ട് വേറെ എന്ത് ചെയ്യണം? അതുകൂടാണ്ട് ഇങ്ങനെയുള്ള മെഡിക്കൽ പ്രൊഫഷനുകൾ, അതായത് മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ളത് പാഠ്യവിഷയമാക്കി മാറ്റണം. ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് പാഠ്യവിഷയമാക്കി മാറ്റണം. കേരളത്തിൽ പലയിടത്തും ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? നഴ്സിംഗിൽ സ്പെസിഫിക് പാലിയേറ്റീവ് കെയർ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നു കൂടിയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് മാത്രം മതിയോ? അത് മാത്രം പോരാ, പബ്ലിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ പാലിയേറ്റീവ് കെയർ സിസ്റ്റം എക്സലന്റ് ആയിട്ട് വർക്ക് ചെയ്യും. മനസ്സിലായോ? ഇതാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും നമ്മളുടെ കേരള ഗവൺമെന്റിന്റെ കേരള പാലിയേറ്റീവ് കെയർ പോളിസി എന്നുള്ള കാര്യത്തിനെ കുറിച്ച് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊരു മെയിൻസ് പെർസ്പെക്റ്റീവ് ആൻസർ എഴുതുമ്പോൾ ഇതൊന്ന് ഗോ ത്രൂ ചെയ്യുക. എക്സലന്റ് സ്ട്രക്ചർ ആയിട്ട് നിങ്ങളുടെ ആൻസർ മാറാനായിട്ട് ഈ ഒരു പാറ്റേൺ സഹായിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. സ്റ്റേറ്റ് സ്പെസിഫിക് ന്യൂസിൽ UPSC റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആയിരുന്നു റീസ്റ്റോർ CFR മാനേജ്മെന്റ് റൈറ്റ്സ് ടു വില്ലേജേഴ്സ്. മനസ്സിലായോ? ഈ ജാർഖണ്ഡിലും അതിനോട് സമീപത്തുള്ള പ്രദേശങ്ങളിലും ഒരു അജിറ്റേഷൻ നടക്കുകയാണ്. സാധാരണ വില്ലേജേഴ്സിന്റെ, ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ ഒരു അജിറ്റേഷൻ നടക്കുകയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ്? അവരുടെ കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റുകൾ തിരിച്ചു നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സർക്കാരിനെതിരെ ഒരു എന്ത് നടക്കുകയാണ്? അജിറ്റേഷൻ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. സോ നമുക്ക് നോക്കാം എന്താണ് ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ട്, എന്താണ് അവിടെ നടക്കുന്ന പ്രശ്നം. അവിടെ നടക്കുന്ന പ്രശ്നം ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. അതായത്
ഈ കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റുകൾ ഉണ്ട്. അതായത് ഓരോ കമ്മ്യൂണിറ്റികൾക്കും ഫോറസ്റ്റിൽ റൈറ്റുകളുണ്ട്. ആ റൈറ്റ് ഒരു ദിവസം അവിടുത്തെ സർക്കാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റുകളൊന്നും ഞങ്ങൾ തരില്ല. ചില റൈറ്റുകൾ കമ്മ്യൂണിറ്റികൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ആ റൈറ്റുകളൊന്നും ഞങ്ങൾ തരില്ല. നിങ്ങൾ ഫോറസ്റ്റിൽ നിന്ന് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഗ്രാമസഭയ്ക്കുള്ള അധികാരം ഞങ്ങൾ മാറ്റിയിട്ട് ഞങ്ങൾ പറയുന്ന പോലെ തീരുമാനിച്ചോളണം. അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അവന്മാരിറക്കി. മനസ്സിലായോ? അതാണ് അവിടെ നടക്കുന്ന പ്രശ്നം. സോ നമുക്ക് നോക്കാം എന്താണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട്, എന്താണ് ഈ കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റ്, ഇൻഡിവിജ്വൽ ഫോറസ്റ്റ് റൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് എവിടെയാണ് ഇമ്പോർട്ടന്റ്? എക്കോളജി ആൻഡ് എൻവിറോൺമെന്റ് പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട്. ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്നാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഫോറസ്റ്റ് റൈറ്റ് ആക്ടിന്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ഫോറസ്റ്റ് ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് റെക്കഗ്നിഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006. 2006 ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നത്. ആർക്കു വേണ്ടിയിട്ടാണ്? ഷെഡ്യൂൾഡ് ട്രൈബ്സിനും അതർ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്. ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡ്വെല്ലേഴ്സ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റിൽ കറങ്ങി നടക്കുന്ന, അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ ഈ റിസോഴ്സസുകൾ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരെയാണ് ഈ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രധാനമായിട്ടും ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതർ ആളുകളായിരിക്കാം. ഫോറസ്റ്റുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അവരുടെ ജീവിതം അതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെയാണ് ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് എന്ന് പറയുന്നത്. സോ അവരുടെ അവകാശങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്ട് ആണ് 2006 പുറപ്പെടുവിച്ചത്. അങ്ങനെയെങ്കിൽ അവർക്ക് ഇതിനു മുൻപ് അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? പണ്ട് മുതൽ ട്രൈബൽസ് ഇവിടെ ഉള്ളതാണല്ലോ. അവർക്ക് അവകാശങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അവർക്ക് അങ്ങനെ പറയത്തക്ക അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാട് ആരുടെ പ്രോപ്പർട്ടിയാണ്? കാടിന്റെ മക്കളുടെ പ്രോപ്പർട്ടിയാണോ? അല്ലെങ്കിൽ ട്രൈബൽസിന്റെ പ്രോപ്പർട്ടിയാണോ? അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ജനങ്ങളുടെ പ്രോപ്പർട്ടിയാണോ? കാട് രാജ്യത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ഇവർക്കൊന്നും ഒരു റോളും ഇല്ല എന്നതായിരുന്നു പണ്ട് മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്. ബ്രിട്ടീഷ് കാലം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്. നമ്മൾ ഇന്നലെ സാന്താൾ റിബല്യനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. സാന്താൾ റിബല്യനെ കുറിച്ച് പഠിച്ചപ്പോൾ അവർ പ്രൊട്ടസ്റ്റ് ചെയ്തത് എന്തിനായിരുന്നു? അവരുടെ കൾട്ടിവേഷനുകൾക്ക് എതിരായിട്ട് പറഞ്ഞപ്പോഴാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തത് എന്ന് നമ്മൾ പഠിച്ചു. മനസ്സിലായോ? കൊൽ ദിവസവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ സാന്താൾ റിബല്യനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? സോ അന്ന് മുതൽ, ബ്രിട്ടീഷിന്റെ കാലം മുതൽ എന്താ സംഭവിക്കുന്നത്? ഈ ആദിവാസികൾക്ക് അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് ഫോറസ്റ്റ് റൈറ്റുകളൊന്നുമില്ല. അവരവിടെ വലിഞ്ഞു കയറി വന്നവർ, അല്ലെങ്കിൽ എന്താണ്, ട്രെസ്പാസേഴ്സ് ആയിരുന്നു, അതിക്രമിച്ച് കടന്നവരായിരുന്നു എന്നാണ് അവരും കണ്ടെത്തിയിരുന്നത്. മനസ്സിലായോ? പിന്നീട് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു. സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും ഈ ആദിവാസി സമൂഹങ്ങൾക്ക് വേണ്ടിയിട്ടും ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ റൈറ്റുകൾ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തോ? ഒന്നും ചെയ്തില്ല. ലിറ്ററലി ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായോ? 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നു. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. സോ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നാഷണൽ പാർക്കുകൾ, ടൈഗർ റിസർവുകൾ എല്ലാം നിയമിക്കുന്നത്. അതായത് ഇപ്പൊ പെരിയാർ ടൈഗർ റിസർവ്, അല്ലെങ്കിൽ നീലഗിരി ടൈഗർ റിസർവ്, അല്ലെങ്കിൽ നീലഗിരി നാഷണൽ പാർക്ക്, ഇങ്ങനെയുള്ള നാഷണൽ പാർക്കുകളിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കുൻഹോ നാഷണൽ പാർക്ക്, ഇങ്ങനെയുള്ള നാഷണൽ പാർക്കുകളെല്ലാം പ്രഖ്യാപിക്കുന്നത് ഏത് ആക്ടിന്റെ അണ്ടറിലാണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിലാണ്. സോ ഇതെന്ത് റെസ്ട്രിക്ട് ചെയ്യും? ആളുകളുടെ ഈ ഫോറസ്റ്റിലേക്കുള്ള, ഇപ്പൊ നാഷണൽ പാർക്കിലാണെങ്കിൽ നാഷണൽ പാർക്കിൽ നമ്മൾ അതിക്രമിച്ച് കയറാൻ പാടില്ല. മനസ്സിലായോ? അപ്പോ അവിടെയുള്ളവർക്ക് എന്തെങ്കിലും റൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഈ ആക്ടുകളൊന്നും ഇങ്ങനെയുള്ള ട്രൈബൽസിന്, അവിടെയുള്ള ആദിവാസി സമൂഹത്തിന്, അല്ലെങ്കിൽ അതർ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സിന് ഒരു റൈറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം 70 വർഷം കഴിഞ്ഞിട്ടും എന്ത് സംഭവിച്ചിട്ടുണ്ടായില്ല? അവിടെ റൈറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെതിരെയാണ് 2002 മുതൽ പല സഭകളും പല ട്രൈബൽ കമ്മ്യൂണിറ്റീസും സമരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നേ? ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് വരുന്നേ.
മനസ്സിലായോ? ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ടില് എന്ത് സംഭവിച്ചു? ഫോറസ്റ്റ് റൈറ്റ് ആക്ടില് ഈ ട്രൈബൽസിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും അതർ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സിനും ചില അവകാശങ്ങൾ നമ്മൾ കൊടുത്തു. എന്തൊക്കെ അവകാശങ്ങളാണ് കൊടുത്തത്? അതായത് അവരവിടെ ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് 4 ഹെക്ടറോളം ലാൻഡ് നമ്മൾ കൊടുത്തു. മനസ്സിലായോ? അതായത് ഇപ്പോ ഫോറസ്റ്റിൽ ജീവിക്കുന്നവർക്ക് ഒരു ഫാമിലിക്ക് എന്ത് കൊടുത്തു? ഓണർഷിപ്പ് കൊടുത്തു. അവരുടെ നിലത്ത് പണ്ട് ഇപ്പോൾ നാഷണൽ പാർക്ക് പ്രഖ്യാപിച്ചിരുന്ന സ്ഥലം ആരുടെ ആയിരുന്നു? രാജ്യത്തിന്റെ ആയിരുന്നു, ഇന്ത്യ ഗവൺമെന്റിന്റെ ആയിരുന്നു. അത് മാറിയിട്ട് ആദിവാസികൾക്ക് ഭൂമി കൊടുത്തു. എല്ലാവർക്കും ഭൂമി കൊടുത്തോ? ഇല്ല. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് 4 ഹെക്ടർ വരെ അവരുടെ ഓണർഷിപ്പ് പതിച്ചു കൊടുത്തു. പുതിയ ആർക്കും ഭൂമി കൊടുത്തിട്ടില്ല. മനസ്സിലായോ? ദെൻ യൂസേജിനുള്ള റൈറ്റ് കൊടുത്തു. എന്ത് യൂസേജ്? അതായത് കാട് ഗവൺമെന്റിന്റെ ആണെങ്കിൽ കാട്ടിലെ മരങ്ങൾ ആരുടെ ആയിരിക്കും? അതും ഗവൺമെന്റിന്റെയാണ്. കാട്ടിലെ തേനീച്ചകൾ ഉണ്ടാക്കുന്ന തേൻ ആരുടെ ആയിരിക്കും? അതും ഗവൺമെന്റിന്റെയാണ്. സോ ഇങ്ങനെയുള്ള തേൻ എടുത്ത് തേൻ ശേഖരിച്ച് വിൽക്കുന്നവരാരായി? ട്രസ്പാസേഴ്സ് ആയി. മനസ്സിലായോ? സോ ഈ ആക്ട് അതിനും ഒരു മാറ്റം വരുത്തി. മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസുകൾ, അതായത് ഫോറസ്റ്റിലെ ചെറിയ ചെറിയ പ്രൊഡ്യൂസുകൾ ആയിട്ടുള്ള കാര്യങ്ങൾ, തേൻ പോലെയുള്ളത്, ചെറിയ ചെറിയ മരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ആർക്ക് കൊടുത്തു? ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനും അതർ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സിനും നമ്മൾ കൊടുത്തു. മനസ്സിലായോ? ഇത് കൂടാണ്ട് കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റുകൾ നമ്മൾ കൊടുത്തു. കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിന്റെ പരിധിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസുകൾ സംഭവിക്കണമെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്? ആ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമസഭ കൂടിയിട്ടാണ്. ഗ്രാമസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സിറ്റിസണുകളുടെ ഇലക്ടറൽ വോട്ടേഴ്സിന്റെ ടോട്ടൽ എണ്ണമാണ് ഗ്രാമസഭയിൽ ഉണ്ടാവുക. മനസ്സിലായോ? സോ അവിടെയുള്ള ആളുകള് ഒരു സജഷൻ മുന്നോട്ട് വെക്കാണ്ട് ഇവിടെ പുതിയ കാര്യങ്ങളൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ല. ഇതിനെയാണ് കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? സോ കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ കമ്മ്യൂണിറ്റിക്ക് അവിടെ ഒരു റൈറ്റ് കൊടുത്തു. ടൈറ്റിൽ റൈറ്റ് കൊടുത്തു, യൂസ് റൈറ്റ് കൊടുത്തു, കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുത്തു. മനസ്സിലായോ? സോ ആരാണ് അതിന്റെ അടിസ്ഥാനം? ഗ്രാമസഭകളാണ് അതിന്റെ അടിസ്ഥാനം. മനസ്സിലായോ? സോ ഈ കമ്മ്യൂണിറ്റി റൈറ്റ് ആണ് ഒറ്റ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ആരെടുത്തു കളഞ്ഞത്? നമ്മുടെ ജാർഖണ്ഡിലെയും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലുമുള്ള ഫോറസ്റ്റ് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ എടുത്തു കളഞ്ഞത്. സോ ഇത് റീറ്റെയിൻ ചെയ്യാനായിട്ടാണ് അല്ലെങ്കിൽ തിരിച്ചു നൽകാനായിട്ടാണ് അവിടെ സമരങ്ങൾ നടക്കുന്നേ. മനസ്സിലായോ? സോ 50 വർഷത്തോളം ഇവരെ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ആയിട്ടും ഫോറസ്റ്റ് ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെയും നമ്മൾ ഒരു റൈറ്റും കൊടുത്തിട്ട് ഇപ്പൊ പെട്ടെന്ന് എടുത്തു കളയാണ്. സോ അവർ അജിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? സോ ഇതാണ് ഒരു ഫോറസ്റ്റ് റൈറ്റ് ആക്ടിന്റെ എന്ത് ഹിസ്റ്ററി. മനസ്സിലായി? പണ്ട് തുടങ്ങി ഇവര് ഒരു ട്രസ്പാസേഴ്സ് ആയിട്ട് നമ്മൾ കരുതിക്കൊണ്ടിരുന്നവരാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു? 2006 മാത്രമാണ് ഇങ്ങനെ ഒരു ആക്ട് നമ്മൾ പുറപ്പെടുവിച്ചത്. ഈ ആക്ടിൽ എന്താ കൊടുക്കുന്നത്? അവർക്ക് ഇൻഡിവിജ്വൽ റൈറ്റ് കൊടുത്തു, കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റുകൾ കൊടുത്തു. കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് ആണെങ്കിൽ ആർക്കാണ് അവിടെ അധികാരം? ഗ്രാമസഭയ്ക്കാണ് അധികാരം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പേര് പറഞ്ഞ് മാറ്റും നമ്മളുടെ പ്രിലിംസ് ക്വസ്റ്റ്യനിൽ. മനസ്സിലായോ? സോ നിങ്ങൾ തെറ്റരുത്, ഗ്രാമസഭയ്ക്കാണ് അധികാരം. മനസ്സിലായോ? പിന്നെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു? 4 ഹെക്ടേഴ്സ് ഭൂമി കൊടുത്തു കറന്റ്ലി ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്. പുതിയതായിട്ട് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുത്തില്ല. ഭൂമി ഉള്ളവർക്ക് ആ ഭൂമി പതിച്ചു നൽകി. എത്ര ഹെക്ടർ വരെ? 4 ഹെക്ടർ വരെ. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ട് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് യൂസ് ചെയ്യാനായിട്ടുള്ള അധികാരം, അത് വിൽക്കുവാനായിട്ടുള്ള അധികാരം, അങ്ങനെയുള്ള അധികാരങ്ങളൊക്കെ കൊടുത്തു. ഇതാണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഒരു ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് നമ്മൾ 2006 ആയപ്പോഴേ മാറ്റിയിട്ടുള്ളൂ. മനസ്സിലായോ? എന്നിട്ട് ഇപ്പൊ അത് വീണ്ടും എടുത്തു കളയാനായിട്ട് ചില സംസ്ഥാനങ്ങൾ മുദ്രകയാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഈ ആർട്ടിക്കിൾ സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ആർട്ടിക്കിൾ വളരെ ചെറിയൊരു ആർട്ടിക്കിളാണ് റിലേറ്റഡ് ടു എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഒരു എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം പ്രഖ്യാപിച്ചു. എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻസെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരിതോഷികം അല്ലെങ്കിൽ ഒരു ചെറിയൊരു തുക കൊടുക്കുന്നതിനെയാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സാലറി കിട്ടുമ്പോൾ അതിനൊരു ഇൻസെന്റീവ് ഉണ്ടായിരുന്നു നമ്മൾ പറയുമല്ലോ, അതാണ് ഇൻസെന്റീവ്. എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
അതായത് രണ്ട് സെക്ടറിലാണ് ഈ ഇൻസെന്റീവ് കൊടുക്കുക. ഒന്ന് എംപ്ലോയീസിനും കൊടുക്കും, രണ്ട് എംപ്ലോയേഴ്സിനും കൊടുക്കും. മനസ്സിലായോ? സെക്ടർ എ, സെക്ടർ ബി. എംപ്ലോയീസിന് എന്തിനാണ് ഇൻസെന്റീവ് കൊടുക്കുന്നത്? അതായത് 2025 മുതൽ 2027 വരെ പുതുതായിട്ട് എംപ്ലോയ്മെന്റിലേക്ക് കയറുന്ന ആളുകൾക്ക് ഒരു മാസത്തെ ശമ്പളം അപ് ടു 15,000 രൂപ വരെ നമ്മൾ ഇൻസെന്റീവ് കൊടുക്കും. മനസ്സിലായോ? അതാണ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എംപ്ലോയീസിന് മാത്രമല്ല, എംപ്ലോയറിനും കൊടുക്കും. എന്തിനാണ് എംപ്ലോയറിന് കൊടുക്കുന്നത്? അതായത് പുതിയ എന്ത് ഉൽപ്പാദിപ്പിക്കാനായിട്ട്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസെന്റീവ് ആണ് എംപ്ലോയേഴ്സിന് കൊടുക്കുന്നത്. എംപ്ലോയീസിന് എന്തിനാ കൊടുക്കുന്നത്? അവർക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു ആകർഷകത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം അല്ലെങ്കിൽ ഈ ഇൻസെന്റീവ് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്നത്. എംപ്ലോയീസിനാണെങ്കിലോ, എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ ദാതാവ്, അതായത് തൊഴിൽ തരുന്നത് ആരാണോ അവരാണ് എംപ്ലോയേഴ്സ്. സോ അവർക്ക് കൊടുക്കുന്നത് എന്തിനാ? കൂടുതൽ തൊഴിലുകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് വേണ്ടിയിട്ട്, കുറെ ആളുകൾക്ക് കൂടിയിട്ട് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം പറയുന്നത്. മനസ്സിലായോ? സോ ഇത് 2024-25 ബഡ്ജറ്റില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമാണ്. ഇതിനു മുന്നേ പല സ്കീമുകളും ഉണ്ട് കേട്ടോ. ഇൻസെന്റീവ് സ്കീം, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസെന്റീവ് സ്കീം ഉണ്ട്. അത് ഈ കമ്പനികൾക്ക് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള കമ്പനികൾക്ക് കൊടുക്കുന്നതാണ്. അത് അവർ ഇത്ര പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ സെക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഇൻസെന്റീവ് സ്കീമാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയുള്ള സെക്ടേഴ്സിലുള്ള പ്രൊഡക്ഷൻസ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം വന്നിരിക്കുന്നത്. സോ അതിന് സമാനമായിട്ട് അതിന്റെ ഒരു സക്സസ് കാരണം ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സ്കീമാണ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. ഇത് രണ്ട് സെക്ടറിൽ നമ്മൾ കൊടുക്കും. ഏതൊക്കെ സെക്ടറിൽ? പാർട്ട് എ ഫോർ എംപ്ലോയീസ്, പാർട്ട് ബി ഫോർ എംപ്ലോയേഴ്സ്. എത്ര രൂപ വരെ കൊടുക്കും? 15,000 രൂപ വരെ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കും. മനസ്സിലായോ? സോ ഇവിടെ അഡീഷണൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുക. കൂടുതൽ നമ്മളുടെ നമ്മളുടെ ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് ആണ് ഏറ്റവും കൂടുതലുള്ളത്. സോ അവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടിയിട്ട് നമ്മളുടെ എക്കോണമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യിക്കണം, മാനുഫാക്ചറിങ് ബൂസ്റ്റ് ചെയ്യിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സ്കീമാണ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. അടുത്ത ദിവസങ്ങളിൽ ഇത് കൂടുതൽ വാർത്തയിൽ വരും, എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാർത്തയിൽ വരും. സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അപ്പം നോക്കാം. ഓക്കെ, സോ the next article is related to gig workers. ഇത് നമ്മുടെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് സെക്ഷനിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്, റിലേറ്റഡ് ടു ജിഗ് എക്കോണമി അല്ലെങ്കിൽ ജിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഈ ജിഗ് വർക്കേഴ്സ്? അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. ജിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമൽ വർക്കേഴ്സ് ആണ്. മനസ്സിലായോ? ഇൻഫോർമൽ വർക്കേഴ്സ്. എന്നാൽ അവര് നമ്മുടെ സാധാരണ പോലെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവരല്ല. പിന്നെ എങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നവരാണ്? ഫോർ എക്സാമ്പിൾ, സൊമാറ്റോ, സ്വിഗ്ഗി ഓടുന്ന ചേട്ടന്മാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സൊമാറ്റോ, സ്വിഗ്ഗി ഓടുന്നവര് അവരെന്താണ്? ജിഗ് വർക്കേഴ്സ് ആണ്. ജിഗ് വർക്കേഴ്സിന്റെ ഡെഫിനിഷൻ എന്താണ്? ജിഗ് വർക്കേഴ്സിന് നമ്മളുടെ കോഡ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി 2020 ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. എന്താണ് ഡെഫിനിഷൻ? എ പേഴ്സൺ ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ എ വർക്ക് അറേഞ്ച്മെന്റ് ആൻഡ് ഏൺസ് ഫ്രം സച്ച് ആക്ടിവിറ്റീസ് ഔട്ട്സൈഡ് ഓഫ് എ ട്രഡീഷണൽ എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പ്. എന്താണ്? അതായത് പരമ്പരാഗതമായിട്ടുള്ള എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയിട്ട് വർക്ക് ചെയ്യുന്നവരെയാണ് എന്തെന്ന് പറയുന്നേ? ജിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നേ. മനസ്സിലായോ? അതായത് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവര്. മനസ്സിലായോ? അവർക്ക് ചെറിയ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ ഓടുന്നവര്, അല്ലെങ്കിൽ യൂബർ, ഓല ഓടുന്നവര്. അങ്ങനെയുള്ളവർക്ക് ആരാണ് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നത്? എന്തെങ്കിലും അവർക്ക് ഇത്ര മണിക്കൂർ വർക്ക് ചെയ്തു കൊള്ളണം എന്നുള്ളൊരു നിയമമുണ്ടോ? ഇല്ല. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വർക്ക് ചെയ്യുന്നു. അവര് എത്രയാണോ വർക്ക് ചെയ്തത് അതിനനുസരിച്ചുള്ള കൂലി വാങ്ങുന്നു. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് പേര് ഇന്ത്യയിൽ ഈ ജിഗ് എക്കോണമിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതായത് 2030 കൂടിയിട്ട് 23.5 അറൌണ്ട് 24 മില്യൺ 2.4 കോടി ആളുകൾ എവിടെ ഉണ്ടാവും?
ജിഗ് എക്കോണമിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. സോ അതൊരു ഭയങ്കര സോഷ്യൽ ത്രെട്ടാണ്. സോഷ്യൽ ത്രെട്ട് എന്നല്ല, അവരെങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളത് വലിയ ചലഞ്ചാണ്. നോർമലി ഈ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഈ സാധാരണ ജോലികൾ ചെയ്യുന്നത് അവരെ എണ്ണമെടുക്കാനായിട്ട് പ്രയാസമാണ്. മനസ്സിലായോ? അതായത് സാധാരണ ജോലികൾ ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ കിളയ്ക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ മറ്റ് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർ, അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം ഓൾ ഇന്ത്യയിൽ എടുക്കാനായിട്ട് പ്രയാസമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ആ പോർട്ടലിന്റെ പേരെന്താണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആ പോർട്ടലിന്റെ പേര് ഇ ശ്രം പോർട്ടൽ ആയിരുന്നു. പണ്ട് നമ്മൾ അക്ഷയയിൽ പോയി കഴിയുമ്പോൾ ഒരു ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചേക്കുന്നത് കാണാം, ഈ ശ്രം പോർട്ടൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു, സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ, മാനുവൽ ലേബേഴ്സ്, അങ്ങനെയുള്ളവരെല്ലാം അതിലേക്ക് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബോർഡ് വെച്ചേക്കുന്നത് കാണാമായിരുന്നു. അത് ഈ ശ്രം എന്ന് പറയുന്നത് ഇതാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? എന്താണ്? സാധാരണക്കാരനായിട്ടുള്ള സ്കിൽഡ് ലേബർ അല്ലാത്ത ആളുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പോർട്ടലാണ്. സോ അവിടെയും ഈ ജിഗ് എക്കോണമിയിലുള്ളവരെ ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം ജിഗ് എക്കോണമി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് എക്കോണമിയാണ്. അവർക്ക് കൃത്യമായിട്ട് ഒരു മാസത്തിൽ 50,000 രൂപ കൊടുത്തോളാം, അല്ലെങ്കിൽ ഒരു ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 രൂപ കൊടുത്തോളാം എന്നുള്ളൊരു കണക്കില്ല അവിടെ. അവര് ഏൺ ചെയ്യുന്നത് അവരുടെ വർക്കിനനുസരിച്ചാണ്. സോ അതൊരു ചലഞ്ചസ് ആണ്. എന്തൊക്കെ ചലഞ്ചസ് ഉണ്ട്? സോഷ്യൽ സെക്യൂരിറ്റി ചലഞ്ചസ് ഉണ്ട്. മനസ്സിലായോ? ഇവർ പെട്ടെന്നൊന്ന് കിടപ്പിലായി പോയി, അല്ലെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് ഒരു അസുഖം ബാധിച്ചു, ഇവർക്ക് ആര് സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും? അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? സ്റ്റേറ്റിനാണ്. മനസ്സിലായോ? രാജ്യത്തിനാണ്. സോ അതിന് വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. നമ്മളുടെ ബഡ്ജറ്റിലല്ല, കഴിഞ്ഞ എക്കോണമിക് സർവേയിൽ ഈ ജിഗ് എക്കോണമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്കോണമിക് സർവേ വളരെ പോസിറ്റീവ് ആയിട്ട് ഈ ജിഗ് എക്കോണമിയെ അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ആർട്ടിക്കിൾ പറയുന്നത് നമുക്ക് ഒരു ഫിക്സഡ് പ്ലാൻ ഇല്ല. മനസ്സിലായോ? ഇപ്പോ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ വന്നു. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO, നമ്മളുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കീഴിൽ വർഷാവർഷം പുറപ്പെടുവിക്കുന്ന ഒരു സർവേ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് എത്രയാണ്, നമ്മുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന റിപ്പോർട്ടാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട്. ആരാണ് പുറപ്പെടുവിക്കുന്നത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO. ആരുടെ കീഴിലാണ്? നമ്മളുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കീഴിൽ. ഇന്നലെ നമ്മൾ വേറൊരു ഇൻഡെക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറപ്പെടുവിക്കുന്ന ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഓർക്കുന്നുണ്ടോ? അപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈ കണക്ട് ചെയ്യണം, ഇന്നലെ പഠിച്ച കാര്യങ്ങൾ കണക്ട് ചെയ്യണം. ഈ കണക്ഷൻ ആണ് നമ്മളുടെ ന്യൂസ് പേപ്പർ അനാലിസിസിലൂടെ നമ്മൾ കിട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കണ്ടന്റുകൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യലല്ല, ഈ കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കലാണ് നമ്മളുടെ ഉദ്ദേശം. സോ നമ്മൾ പറഞ്ഞു വന്നത് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയിലാണ്. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്? വർഷാവർഷം അവർ ഒരു സർവേ പുറപ്പെടുവിക്കും. അതിൽ നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ എത്രയാണ്, ലേബർ ഫോഴ്സിൽ എത്ര ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പക്ഷേ ആ ഒരു സർവേ റിപ്പോർട്ട് പോലും ജിഗ് എക്കോണമീസിനെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തില്ല. അവരെ എന്ത് പറഞ്ഞാ മെൻഷൻ ചെയ്തേ? സെൽഫ് എംപ്ലോയിഡ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് മെൻഷൻ ചെയ്തത്. സോ അതൊരു തെറ്റായ തീരുമാനമാണ്. അല്ലെങ്കിൽ ഇന്ത്യയെ പോലെ ജിഗ് എക്കോണമീസ് 2 കോടിയോളം വളരുന്ന 2030 ആകുമ്പോഴേക്കും 2 കോടിയിലേക്ക് എത്തുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവരെ അഡ്രസ് ചെയ്യാതെ പോകുന്നത് പ്രശ്നമാണ്. സോ ഇത് നമ്മളുടെ മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ നമ്മൾ എഴുതണം. എങ്ങനെയാണ്? ഇതൊരു ചലഞ്ചസ് ആണല്ലോ. സോ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കണം. സോഷ്യൽ സെക്യൂരിറ്റീസ് നമ്മൾ ഇവർക്ക് കൊടുക്കണം. വേറെ എന്തൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും? വേറെ റിലേറ്റഡ് ടു ഇവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു റൂൾ അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട് നമ്മൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കണം. മനസ്സിലായോ? നമുക്കിപ്പോ കമ്പനി റൂൾസുകൾ ഉണ്ട്, അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് റൂളുകൾ ഉണ്ട്. നമ്മൾ 4 ലോസിലേക്ക് അല്ലെങ്കിൽ 4 കോഡ്സിലേക്ക് നമ്മളുടെ എംപ്ലോയ്മെന്റിന്റെ ലേബർ കോഡുകൾ മാറ്റിയിട്ടുണ്ട്. എല്ലാ ലേബർ കോഡുകളും കൂടിയിട്ട് 4 കോഡിൽ സംഗ്രഹിച്ചിട്ടുണ്ട്. അതിനെയാണ് ലേബർ കോഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ഇതിലെല്ലാം നമ്മൾ ഈ ജിഗ് എക്കോണമീസിനെ കൂടി, ജിഗ് വർക്കേഴ്സിനെ കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കണം. മനസ്സിലായോ? സോ ഞാനിവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, പ്ലാറ്റ്ഫോം വർക്ക്.
എന്താണ് പ്ലാറ്റ്ഫോം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജിഗ് എക്കോണമിയുടെ ഒരു സബ്സെറ്റ് ആണ് ഈ പ്ലാറ്റ്ഫോം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജിഗ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന എന്ത് തൊഴിലും ജിഗ് എക്കോണമി ആയിട്ട് വരും. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ അനന്ത IAS അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. മനസ്സിലായോ? ഇവരുടെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവർ മണിക്കൂറിന് ഇത്ര രൂപ വെച്ച് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. മനസ്സിലായോ? എന്നാൽ ഇതൊരു പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തുകൊണ്ട്, ഫോർ എക്സാമ്പിൾ സ്വിഗ്ഗി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം, എയ്തർ ഓല അല്ലെങ്കിൽ സ്വിഗ്ഗി അല്ലെങ്കിൽ യൂബർ, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നവരെയാണ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്ലാറ്റ്ഫോം വർക്ക് ചെയ്ത് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിന്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരെയാണ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് ജിഗ് എക്കോണമിയുടെ ഒരു സബ്സെറ്റ് ആണെന്ന് കൂടി ഓർക്കുക. സോ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? ജിഗ് എക്കോണമി എന്താണ്, പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല, അവരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ദെൻ നമ്മളുടെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിലുള്ള റിപ്പോർട്ടുകൾ എങ്ങനെയാണ് നമ്മളുടെ ഈ ജിഗ് എക്കോണമിയെ ഉൾപ്പെടുത്താത്തത് എന്ന് കൂടി നമ്മൾ ബ്രീഫായിട്ടൊന്ന് നോക്കി. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്നത്തെ ന്യൂസ് അനാലിസിസ് സെഷൻ. സോ നമ്മളുടെ ഇന്നത്തെ ന്യൂസ് ചില ഗംഭീരമായിട്ടുള്ള ന്യൂസുകൾ ഉണ്ടായിരുന്നു, ബ്രിക്സ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഗ്ലോബൽ സൗത്ത് റിലേറ്റഡ് ആയിട്ട്. അതൊക്കെ എന്താണെന്ന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, നമുക്ക് നല്ല ബോധ്യം കിട്ടുന്ന കാര്യങ്ങളാണ് ഈ റിലേറ്റഡ് ടു ഗ്ലോബൽ സൗത്ത് അല്ലെങ്കിൽ ബ്രിക്സ്. അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇന്ത്യ എന്താണ് ചെയ്യേണ്ടത്. ദെൻ പാലിയേറ്റീവ് കെയറിന് റിലേറ്റഡ് ആയിട്ട് പ്രൊഡക്ഷൻ നമ്മുടെ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മുടെ ഫോറസ്റ്റ് റൈറ്റ് ആക്ട്, എക്കോളജി ആൻഡ് എൻവിറോൺമെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഫോറസ്റ്റ് റൈറ്റ് ആക്ടിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ എല്ലാം ഈ PDF, നമ്മളുടെ സ്ലൈഡ്സിന്റെ PDF ഞാൻ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. ആർക്കെങ്കിലും ഈ സ്ലൈഡ്സ് കിട്ടുന്നില്ല എങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും നമ്മൾക്കിത് ഷെയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, സോ വീണ്ടും കാണാം. നാളെ നമുക്ക് മറ്റൊരു ന്യൂസ് ആർട്ടിക്കിളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.